Hello students, welcome to Franklin's Lectures, India's #1 engineering education platform. എൻ്റെ പേര് ഫഹീം അഹമ്മദ്. സോ ഇന്ന് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേരള +2 സ്റ്റേറ്റ് ബോർഡ് സ്റ്റുഡൻസിനായിട്ട് ഫിസിക്സിലെ 4th ചാപ്റ്റർ ആയിട്ട് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ എക്സാംസ് ഒക്കെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അടുത്തായിട്ട് നിങ്ങളുടെ എക്സാംസ് ഉണ്ട്. സോ അതിന്റെ മുന്നേ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഭാഗ ഒരു ഷോർട്ട് റിവിഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിലെ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ അതേപോലെ അത് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫസ്റ്റ് പാഠം ഇലക്ട്രിക് ചാർജസ് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതേപോലെ കറന്റ് ഇലക്ട്രിസിറ്റി. അതും ആ ഒരു എന്താ പറയുക ചാപ്റ്റേഴ്സിന്റെ അതേ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അതേ ഒരു വെയിറ്റേജ് ലൈക്ക് 6 to 8 മാർക്സിന് എന്തായാലും വരുന്നൊരു എന്താണ് പോർഷൻ ആണ് എന്ത് ഈ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഉള്ളത്. സോ അതിലെന്താണ് ഡെറിവേഷൻസ് കുറച്ച് ഇമ്പോർട്ടന്റ് പാർട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് എന്താണ് ന്യൂമറിക്കൽസ് വരുന്നത്. സോ ഇന്ന് നമ്മൾ എന്താണ് ഡെറിവേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ ado നമുക്ക് എന്താണ് നേരെ ഫസ്റ്റ് ഡെറിവേഷനിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലോറൻസ് ഫോഴ്സ്? ഞാൻ ചില നമ്മള് മൂവിംഗ് ചാർജസ് മാഗ്നറ്റിസത്തിൽ കുറെ ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ്സ് ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് ഡെറിവേഷൻസ് ഉണ്ട്. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കോൺസെപ്റ്റ്സും പറയുന്നു ആൻഡ് അതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഡെറിവേഷൻ ചെയ്യുന്നു. അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ വാട്ട് ഈസ് ലോറൻസ് ഫോഴ്സ്? Then explain the motion of a charged particle moving perpendicular to magnetic field. ഇനി അതിന്റെ പാർട്ട് എ ആയിട്ട് പറയുന്നത് അപ്പം ആ ഒരു എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രതിഭാസം ഉണ്ടാവുക, അതിന്റെ ബേസ് ചെയ്തുകൊണ്ട് പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പാർട്ട് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ദ വെലോസിറ്റി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ. അത് പറഞ്ഞാൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും വിത്ത് റെസ്പെക്ട് ടു എന്താണ് ചാർജ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. ഓക്കെ, പിന്നെ ബി എന്താണ്, ഈസ് ദർ എനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ? ഈ ചാർജ് പാർട്ടിക്കിളിന്റെ എന്താണ് കൈനറ്റിക് എനർജി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, ചേഞ്ച് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണമുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ പാർട്ട് സി ആയിട്ട് പ്രൂവ് ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. അത് പറഞ്ഞാൽ ഫ്രീക്വൻസി, ഈ ചാർജ് പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെലോസിറ്റി ആ ഒരു ഫ്രീക്വൻസിന്റെ ഇക്വേഷനിൽ ഉണ്ടോ ഇല്ല. അപ്പം ഉണ്ടെങ്കിൽ എന്താണ് ഇറ്റ് ഇസ് ഡിപെൻഡന്റ് ഓൺ വെലോസിറ്റി, ഡിപെൻഡന്റ് ഓൺ വെലോസിറ്റി, അല്ലെങ്കിൽ എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. അപ്പം അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടത് എന്താണ് ഫ്രീക്വൻസിയിൽ ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ ഇസ് നോട്ട് ഡിപെൻഡ് അപ്പോൺ ദി വെലോസിറ്റി ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന്. സോ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഓരോന്നായി നമുക്ക് പറഞ്ഞു പോകാം. സോ ഫസ്റ്റ് വൺ എന്താണ് ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് electric field and magnetic field coexist in a particular region, then the net force on the charge is given by the vector sum of force due to the magnetic field and ഇലക്ട്രിക് ഫീൽഡ്. എന്ത് ഉദ്ദേശിക്കുന്നത്, അതാണ് ലോറൻസ് ഫോഴ്സ്. അത് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ചാർജ് പാർട്ടിക്കിളിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു എന്താ പറയാ ഏരിയയും അതേപോലെ എന്താണ് ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇതും, അത് രണ്ടും ഉള്ള ഒരു കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ എന്താണ് ഒരു ചാർജ് പാർട്ടിക്കിളിൽ വെച്ചാൽ ആ ചാർജ് പാർട്ടിക്കിൾ എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാവും ഒരു ഫോഴ്സ്, അതേപോലെ എന്താണ് ഈ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാവും ഫോഴ്സ്. അപ്പൊ അതിന്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ്, ഈ ഇലക്ട്രിക് ഫോഴ്സിന്റെയും വെക്റ്റർ സം ആയിരിക്കും. ആൻഡ് ദിസ് വെക്റ്റർ സം ഈസ് നോൺ ആസ് ദി ലോറൻസ് ഫോഴ്സ്. ക്ലിയർ അല്ലേ? സോ ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കോഎക്സിസ്റ്റ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ, ഒരു റീജിയനിൽ കോഎക്സിസ്റ്റ് ചെയ്യാണ് എന്തൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡും. ഓക്കെ, ദെൻ എന്താ പറയുന്നത്, then the net force on the charge, net force എന്തായിരിക്കും, net force on the charge is given by the എന്താണ് vector sum of force due to the magnetic and force due to the electric field. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും വെക്റ്റർ സം ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി ആർ കോളിംഗ് ഇറ്റ് ആസ് എന്താണ് ലോറൻസ് ഫോഴ്സ്. അതാണ് എന്ത് നമ്മളുടെ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കിയാലോ. സോ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെറ്റ്സ് ഡിനോട്ട് ഇറ്റ് ആസ് എന്താണ് എഫ് എൽ എന്ന് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ എഫ് ലോറൻസ് തന്നെ നമുക്ക് കൊടുക്കാം, നെറ്റ് ആണല്ലേ, അല്ലെങ്കിൽ എഫ് നെറ്റ് ഫോഴ്സ് അല്ലെ, എഫ് നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു അവരെന്താ പറയുന്നത് ചാർജ് എന്താണ് മാഗ്നറ്റിക് ഫോഴ്സും ഇലക്ട്രിക് ഫോഴ്സും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന ഫോഴ്സും. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സ് ലെറ്റ്സ് ഡിനോട്ട് ഇറ്റ് ആസ് എഫ് ഇ. ഓക്കെ, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിനോട് ഉണ്ടാകുന്ന ഫോഴ്സ് ലെറ്റ്സ് ഡിനോട്ട് ഇറ്റ് ആസ് എഫ് പി. നമുക്കറിയാം എന്താണ് ഫോഴ്സ് ഡ്യൂ ടു ചാർജ് പാർട്ടിക്കിൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ് പാർട്ടിക്കിളിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോഴ്സ് എന്താണ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഇ. നമുക്കറിയാം ഇ ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ ആണ്. അതിന് നമ്മൾ എന്താണ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഇ എന്ന് എഴുതും. സോറി, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ എന്ന് എഴുതും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് പി എന്ന് പറയുമ്പോൾ ക്യൂ ഇ
ആയിരിക്കും, വെക്ടർ ഇ ആയിരിക്കും, വെക്ടർ ക്വാണ്ടിറ്റി ഇ ആയിട്ട് വരിക. ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡും ഈ വെലോസിറ്റി എന്താണ് ചാർജ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ബേസ് ചെയ്താണ് ക്വാണ്ടിറ്റിയാണ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ നോട്ട് ചെയ്യുക Q into V cross B എന്നാണ്. ഓക്കെ, Q into V cross B, വേർ V എന്താണ് വെലോസിറ്റി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ, B is the magnetic field. അപ്പൊ എന്താണ് Q into E plus Q into V cross B എന്ന് വന്നു. ഓക്കെ, സോ ഇവിടെ എന്താണ് Q കോമൺ അല്ലേ, സോ Q കോമൺ ആയി പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ therefore we can write എന്താണ് F Lorentz, F നെറ്റിനെ നമുക്ക് നെറ്റ് ഫോഴ്സിനെ നമുക്ക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. സോ we can say എന്താണ് ലോറൻസ് ഫോഴ്സ് എന്താണ് FL is equal to, അല്ലെങ്കിൽ FL സിമ്പിൾ ആയി കൊടുക്കുന്നത് FL is equal to എന്തായിരിക്കും, Q പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ Q into E plus എന്ത് വരും, V cross B എന്ന് വരും. ഓക്കെ, Q into E plus V cross B എന്ന് വരും. സോ ദാറ്റ് വിൽ ബി ദി എന്താണ് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് നിങ്ങൾക്ക് ഇതാണ് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ലോറൻസ് ഫോഴ്സ് അതാണ്. അപ്പൊ ലോറൻസ് ഫോഴ്സ് ഇതായിരിക്കും. ഇനി ഈ ലോറൻസ് ഫോഴ്സിൽ തന്നെ എന്താണ്, നമുക്ക് ലോറൻസ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു എന്താണ് ചാർജ്ഡ് പാർട്ടിക്കിള് എന്താണ് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും. പക്ഷെ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ മൂവിംഗ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റത്തെ ലോറൻസ് ഫോഴ്സ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി എന്താണ് സെക്കൻഡ്, എങ്ങനെയാണ് ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് വേണ്ട, ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാത്രമുണ്ട്, അവിടെ ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, എന്തിന് ടു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയി മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ മോഷൻ വരിക എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. സോ when a charge particle of mass m, okay, ആ ചാർജ് പാർട്ടിക്കിളിന്റെ മാസ് m ആണ്. ഓക്കെ, ചാർജ് പാർട്ടിക്കിൾ ഓഫ് മാസ് m enters പെർപെൻഡിക്കുലർ വിത്ത് വെലോസിറ്റി. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് എന്തിനെ എൻ്റർ ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡിനായിട്ട് എൻ്റർ ചെയ്യണം. ഓക്കെ, ആ ചാർജ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി V ആണ്, പിന്നെ അത് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നതോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ബിയിലേക്കാണ്. ഇനി ഈ പെർപെൻഡിക്കുലർ ഫോഴ്സ്, ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ഫോഴ്സ് ഇവിടെ പറഞ്ഞു വെച്ചാൽ ദിസ് പെർപെൻഡിക്കുലർ ഫോഴ്സ് ദാറ്റ് ഈസ് Q into V cross B, V into B ആക്ട്സ് ആസ് ദി എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇവിടെ എന്താണ് ആ ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ടാണ് act ചെയ്യുക, and that produces a circular motion. Okay, that produces a circular motion perpendicular to magnetic field. ഞാൻ ഫിഗർ വെച്ചെങ്ങാണ്ട് ഇതായിട്ട് പറയാം. ജസ്റ്റ് ആദ്യം എന്താണ് അവിടെ എഴുതിയത് അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നമുക്ക് ഫിഗർ വെച്ചെങ്ങാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇറ്റ് ആക്ട്സ് ആസ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് പ്രൊഡ്യൂസസ് എന്താണ് സർക്കുലർ മോഷൻ പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു സർക്കുലർ മോഷൻ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ പറഞ്ഞാൽ ഈ എന്താണ് ബ്ലൂവില് ക്രോസ് ഒക്കെ ഇതാക്കിയിട്ടുണ്ട്, അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗോയിങ് ഇൻ ടു ദ പേജ്. നമ്മൾ ഡോട്ട് ആയിട്ട് ഇതാക്കുകയാണെങ്കിൽ ഗോയിങ് എന്താണ് കമ്മിങ് ഔട്ട് ഓഫ് ദ പേജ് എന്നാണ്. ഇപ്പൊ ഗോയിങ് ഇൻ ടു ദ പേജ് ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഇങ്ങനെ താഴോട്ട് പോവാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ട് പോവാണ്. ആൻഡ് എന്താണ് താഴോട്ട് പോകുന്നുണ്ട്, എന്താണ് ചാർജ് പാർട്ടിക്കിൾ അതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെയും വന്നിക്കണം. ഓക്കെ, ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെയും വന്നിക്കണം. അപ്പം ഇതിന് രണ്ടിനും എന്താണ് പെർപെൻഡിക്കുലർ. അപ്പം ഇതെന്താണ് വിയും ബിയും ആണ്. ഓക്കെ, വി ക്രോസ് നമുക്കറിയാം Q is equal to V cross B ആണ് അല്ലെ. Q is equal to V cross B. നമുക്ക് V cross B എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. F is equal to Q into V cross B. അപ്പൊ V cross B ന്റെ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ഫോഴ്സ് ഉണ്ടാവുക അല്ലെ. ഈ പാർട്ടിക്കിളിനെ എന്താണ് അറ്റാച്ച് ചെയ്ത് കണ്ടുള്ള ഫോഴ്സ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാരണം കൊണ്ടും ഈ വെലോസിറ്റിന്റെ കാരണം കൊണ്ടും ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ രണ്ടിന് ഈ V cross B ന്റെ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട്. സോ വി എന്ന് പോകുന്നത് എങ്ങനെയാണ്, വി എങ്ങനെ പറയുന്നത് ഇങ്ങനെ പോകുന്നു, ബി എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നു. അപ്പൊ വേറെ ഏതാണ് എന്താ പറയുക ആക്സിസിലുള്ളത് ഇങ്ങനെയായിരിക്കും അല്ലെ. സോ ആ ഒരു ഇതാണ് ഇവിടെ നോക്കുന്നത്. സോ എക്സാം എന്നാല് ബി എന്താ ഉള്ളോട്ട് പോകുന്നു അല്ലെ, ബി ഇറ്റ് ഇസ് ഗോയിങ് ഇൻവേർഡ് അല്ലെ, ഗോയിങ് ഇൻവേർഡ്. പിന്നെ വിയോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വി ഇങ്ങനെയും പോകുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന് രണ്ടിനും വി എന്താണ് എഫ് എസ് എന്താണ് ഡയറക്ഷൻ നോക്കുമ്പോ എന്താണ് ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് വി ക്രോസ് ബി. അപ്പൊ ഇതിന്റെ രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ഇങ്ങോട്ടാണ് തള്ളുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി എന്താണ് ചാർജിന്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. സോ എന്താണ് ഇങ്ങനെ പോയിന്റ് പകരം ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് കാരണം എന്താണ് അതിനൊരു പാത്തിന് ഡീവിയേഷൻ ഉണ്ടാവും. ഓക്കെ, അതിനൊരു പാത്തിന് ഡീവിയേഷൻ ഉണ്ടാവും. ഇനിയിപ്പോ ആ പാത്തിന് ഡീവിയേഷൻ വന്നുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു പാത്ത് എന്താ പറയുക അവിടെ നോക്കുമ്പോൾ എന്താണ് വെലോസിറ്റി ഇങ്ങോട്ട് പോകും, ഫോഴ്സ് എന്താണ് വീണ്ടും അഗെയിൻ സെന്ററിലോട്ട് ആക്ട് ചെയ്യും. അപ്പൊ എന്താണ് അത് ഇങ്ങോട്ട് പോകുന്നതിന്റെ പകരം ബിക്കോസ് ദ ഫോഴ്സ് ഈസ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി എന്താണ് പെർട്ടിക്കുലർ ആക്സിസ് എന്താണ് അത് ഇങ്ങനെ പോകും. അപ്പൊ ആ പാത്ത് എന്താണ് അത് ഇങ്ങനെ
ഇനി ഇവിടുന്ന് എന്താണ് ഇത് ഇങ്ങനെയാണ് പോകേണ്ടത്, പക്ഷെ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ എന്താണ് അത് പാത്ത് ഇങ്ങനെ ആക്കും. സോ എന്താണ് ആ ഒരു എന്താണ് വെലോസിറ്റി ആ ഫോഴ്സിന്റെ കാരണം കൊണ്ട് എന്താണ് ദ പാത്ത് വിൽ ബി സർക്കുലർ മോഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് എന്ത് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് ഇതാക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സും സെൻട്രിപിറ്റൽ ഫോഴ്സും ഈക്വൽ ആവുന്ന ഒരു കേസാണ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് എന്താണ് ഒരു സർക്കുലർ പാത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്? ഇവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നാൽ എന്താണ് എഫ് ബി. ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് എഫ് ബി. എഫ് ബി എന്താണ്? ക്യൂ ഇൻറ്റു പി ക്രോസ് പി ആണ് അല്ലെ? ക്യൂ ഇൻറ്റു വി ക്രോസ് പി. ഇനി വി ക്രോസ് പി എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു കോമ്പോണൻസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യൂ വി ബി എന്താണ്? സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും അല്ലെ? സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. നമ്മളിവിടെ പറഞ്ഞു എന്താണ്? സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? വിന്റെയും ബിന്റെയും ഇടയിലെ ആംഗിൾ ആണ്. ഓക്കെ, അപ്പം വിന്റെയും ബിന്റെയും ഇടയിലെ ആംഗിൾ ഇവിടെ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ വിന്റെയും ബിന്റെയും ഇടയിൽ നമ്മൾ പറഞ്ഞു വി എന്ന് പറയുന്നത് ഉള്ളോട്ട് പോകുന്നു, വി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ പോകുന്നു. സോ ഇത് രണ്ടും എന്താണ്? 90 ഡിഗ്രി ഉള്ളത്. ആംഗിൾ ബിറ്റ്വീൻ ദം വിൽ ബി 90 ഡിഗ്രി. സോ എന്താണ് ഹിയർ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഹിയർ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? 90 ഡിഗ്രി. സോ സൈൻ തീറ്റ 90 എത്രയാണ്? സൈൻ 90 1 ആണ്. സോ എന്ത് വരും? ഇത് എഫ് ബി ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ വി ബി എന്ന് വരും. ഓക്കെ, എഫ് ബി ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് വരും. അല്ലെങ്കിൽ ക്യൂ വി ബി അല്ല, എഫ് ബി ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 90 വരും, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 90 1 ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്നാണ്. ഇത് എന്തിനും ഈക്വൽ ആയിരിക്കും? ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കാരണം കൊണ്ടുണ്ട്, അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ എന്താണ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും അല്ലെ? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് ദാറ്റ് ഈസ് എന്താണ് ആക്ടിങ് എന്താണ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് എ പർട്ടിക്കുലർ പാത്ത് അല്ലെ? അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നായിരിക്കും? സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് എഫ് സി. എഫ് സി എന്തായിരിക്കും? നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എം ഇൻറ്റു വി ബൈ ആർ സ്ക്വയർ അല്ലെ? എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ എന്നാണ് അല്ലെ? അപ്പം ഈ ഒരു പാത്ത് ഫോളോ ചെയ്യണമെങ്കിൽ എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സും അതേപോലെ സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ ഫോഴ്സ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പൊ എന്താണ് നമുക്ക് പറയാൻ പറ്റും? That is FC is equal to FB അല്ലെ? FB is equal to magnetic force is equal to centripetal force എന്ന് പറയാൻ പറ്റും. So that will give us എന്താണ് magnetic force എന്ന് നമ്മൾ പറഞ്ഞു QVB ആണ്. QVB sin θ ആണ്. തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് sin 90 1 ആയി. So QVB മാക്സിമം എന്താണ് നമുക്ക് മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് കിട്ടുന്നുണ്ട് അവിടെ. പിന്നെന്താണ് ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു mv²/r. നമ്മളിവിടെ എന്താണ് ഇതാക്കാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് ഇവിടുത്തെ റേഡിയസ് ആണ് കണ്ടത്. ഈ ചാർജ് പാർട്ടിക്കിള് ഒരു സെൻട്രിപിറ്റൽ ഒരു സർക്കിളിലാണ്, സർക്കുലർ മോഷനിൽ ഇതാക്കാൻ പറയുമ്പോൾ ഒരു സർക്കിളിലാണ്. ആ സർക്കിളിലെ റേഡിയസ് എത്രയാണ് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ദെയർഫോർ ആർ എന്തായാലും ഇരുന്ന് ഇവിടെ വി ഇവിടെ ക്യാൻസൽ ചെയ്യാം, ഇവിടുന്ന് ഒരു വി പോകും. സോ ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും? റേഡിയസ് ഓഫ് ദി എന്താണ് curved path അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി സർക്കിൾ അല്ലെങ്കിൽ പാത്ത് ഓഫ് ദി റേഡിയസ് ഓഫ് ദി എന്താണ് പാത്ത് ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ എന്നൊക്കെ പറയാം. h is equal to എന്ത് വരും? r is equal to mv/qb എന്ന് വരും. r is equal to mv/qb എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പം ഇതിലെന്താണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പം മാസ് കൂടിയാൽ ആ ഒരു ചാർജ് പാർട്ടിക്കിളിന്റെ മാസ് കൂടിയാൽ എന്താണ് അതിന്റെ കേർവ്ഡ് പാത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ അതിന്റെ പാത്തിന്റെ റേഡിയസും കൂടും. സർക്കിള് വലുതാവും. അതിന്റെ മാസ് കൂടിയാൽ സർക്കിള് വലുതാവും. അതേപോലെ എന്താണ് വെലോസിറ്റി കൂടിയാൽ അതിനനുസരിച്ച് എന്താണ് സർക്കിള് വലുതാവും. കാരണം വെലോസിറ്റി കൂടുമ്പോൾ എന്താണ് സർക്കിൾ പാത്ത് ഇതാവും. കാരണം ഫോഴ്സിന്റെയും കാട്ടിയും വെലോസിറ്റിക്ക് കാരണം അവിടെ ഇത് കൂടുക അല്ലെ? ഇവിടെ ഫോഴ്സിന്റെയും കാട്ടിയും എന്താണ് വെലോസിറ്റിക്ക് കാരണം വെലോസിറ്റി കൂടിയാൽ അവിടെ എന്താണ് പിന്തുണ കൂടുക. കാരണം ഈ ഫോഴ്സിന്റെ കാരണം കൊണ്ടാണ് ഈ പാത്ത് ഉണ്ടാവുന്നത്. പക്ഷെ ഈ വെലോസിറ്റി കൂടുമ്പോൾ ആ ഫോഴ്സിന് കുറച്ചും കൂടി ഇത് കുറയും. അപ്പൊ എന്താണ് ഇത് കുറച്ചും കൂടി ഇങ്ങനത്തെ പാത്ത് ഉണ്ടാക്കില്ല. ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പാത്തിന്റെ പകരം കുറച്ചും കൂടി മേലോട്ടാണ് ഉണ്ടാക്കുക. അങ്ങനെയാണ് വരുന്നത്. ഇനി ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ കൂടുന്നതനുസരിച്ച് എന്താണ് റേഡിയസ് കുറയും. കാരണം ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ കൂടുന്നതിനനുസരിച്ച് പറഞ്ഞാൽ എന്താണ് ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഇങ്ങോട്ടുള്ള ഫോഴ്സ് കൂടും. ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ കൂടുന്നതിനനുസരിച്ച് ഇങ്ങോട്ടുള്ള ഫോഴ്സ് കൂടും. സോ ഇങ്ങോട്ടുള്ള ഫോഴ്സ് കൂടുമ്പോൾ എന്താണ് ആ റേഡിയസിന്റെ എന്താണ് റേഡിയസ് കുറയും. ഓക്കെ, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതനുസരിച്ച് എന്താണ് ഇത് എന്താണ് ഈ ഫോഴ്സ് കൂടും. അതുകൊണ്ട് എന്താണ്
ഈ പാർട്ടിക്കിളിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ പാത്ത് എന്ന് പറയുമ്പോൾ പാത്ത് ചെറുതാവും. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എന്തിനൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്, അത് എങ്ങനെയൊക്കെയാണ് അവിടെ വരുന്നത് പഠിക്കുന്നത് നമുക്ക് എന്താണ് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് ഇവിടുന്ന് വെലോസിറ്റി കാണാൻ പറ്റില്ല. വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി v is equal to എന്തായിരിക്കും? r അതാണെങ്കിൽ വെലോസിറ്റി നമുക്ക് കണ്ടിട്ടില്ല. ആൻഡ് വെലോസിറ്റി v is equal to എന്താണ്? qbr by m എന്ന് പറയാൻ പറ്റില്ല. qbr by m എന്ന് പറയാൻ പറ്റും. സോ വെലോസിറ്റി അതേപോലെ റേഡിയസ് ഓഫ് ദി പാത്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതാണ് എന്ത് ബേസിക്കലി എന്താണ് നമ്മളുടെ എന്താണ് മോഷൻ ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ് അവിടെ സർക്കുലർ പാത്താണ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഇനി നമ്മൾ എന്താണ് ഓരോ അതിൽ തന്നെ ഓരോ പാർട്ട് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ദ വെലോസിറ്റി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ ചാർജ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിന്റെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ വരുന്നത്? നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡും ചാർജ് പാർട്ടിക്കിളും v ക്രോസ് p അല്ലെ, അതിന്റെ ഇടയിലെ തീറ്റ അത് നമ്മൾ 90 ഡിഗ്രി ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അങ്ങനെ എടുത്തത്. അപ്പൊ എന്തായിരിക്കും? ബോത്ത് ഓഫ് ദം വിൽ ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഫസ്റ്റത്തെ A, that is magnetic field is perpendicular to the velocity of the charge particle. അതാണ് അതിന്റെ ഡയറക്ഷൻ. അപ്പം വിത്ത് റെസ്പെക്ട് ടു ദ വെലോസിറ്റി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ. അതാണ് വെലോസിറ്റി ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ. അപ്പൊ എന്ത് വരും? അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. എന്താണ്? B is perpendicular to B എന്ന് എഴുതാം. That is B is perpendicular to B. വിയും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ എഴുതാം. ഓക്കെ. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? സെക്കൻഡ് പാർട്ട് പറഞ്ഞാല് ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ എന്നാണ്. കൈനറ്റിക് എനർജിയിലേക്ക് എന്തെങ്കിലും ചേഞ്ച് എന്നാണ്. കൈനറ്റിക് എനർജി നമ്മളിപ്പോ നമുക്ക് പവർ വെച്ചിട്ടാണ് നോക്കാം. അത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് എഫും അതേപോലെ വിയും ബിയും പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സും വെലോസിറ്റി പെർപെൻഡിക്കുലർ അല്ലേ? കാരണം ഈ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണെങ്കിലും എന്താണ് ഈ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വരുന്നത്. അപ്പം എഫ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു വി എന്നും പറയാം, എഫ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ബി എന്നും പറയാം ഈ കേസിൽ അല്ലേ? സോ വി ക്യാൻ സേ ഇൻ ദിസ് കേസ് ഹിയർ F is perpendicular to B. Okay, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബി ആണ്. അതേപോലെ തന്നെ F is perpendicular to V എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് എന്താണ്? നമ്മൾ പറഞ്ഞത് എഫ് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പവർ എടുക്കുകയാണ്. ഓക്കെ, പവർ എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം, അല്ലെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി നമുക്ക് പവറിന് എഴുതാം അല്ലെ? എഫ് ഇൻറ്റു വി എന്ന് അല്ലെങ്കിൽ എഫ് ഡോട്ട് വി എന്ന് എഴുതാം. എന്ത് പവറിന് എഫ് ഡോട്ട് എഴുതാൻ പറ്റൂലേ? എഫ് ഡോട്ട് ബി പറഞ്ഞാൽ എഫ് ബി കോസ് തീറ്റ എന്നാണ്. എഫ് ഇസ് പെർപെൻഡിക്കുലർ ടു എന്താണ്? വി ആണ്. അപ്പൊ അങ്ങനെയാണ് എന്ത് വരുന്നത്? എഫ് ബി കോസ് 90 ഡിഗ്രി വരും. കോസ് 90 ഡിഗ്രി 0 ആയതുകൊണ്ട് എന്താണ്? പവർ 0 ആണ്. ഓക്കെ, പവർ 0 ആണ്. പവർ 0 എന്ന് പറയുമ്പോൾ എന്താണ്? there is no work done. ഓക്കെ, സോ no work is done by the magnetic force. ആ മാഗ്നറ്റിക് ഫോഴ്സിന്റെ കാരണം കൊണ്ടാണ് വർക്ക് നടക്കുന്നില്ല. ഓക്കെ, no work is done by the magnetic force അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സോറി, ഫോഴ്സ് അല്ല, മാഗ്നറ്റിക് ഫീൽഡിന്റെ കാരണം കൊണ്ട് എന്താണ്? അവിടെ ഒരു വർക്കും നടക്കുന്നില്ല. വർക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് അല്ലെ? വർക്ക് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്. ഹെൻസ് വി ക്യാൻ സേ, കാരണം ചേഞ്ച് ഇൻ വർക്ക് ഡൺ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവും. അവിടെ ചേഞ്ചിങ് വർക്ക് ഡൺ ഇല്ല. അപ്പൊ എന്താണ്? കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ്. ഹെൻസ് വി ക്യാൻ സേ കൈനറ്റിക് എനർജി ഈസ് എന്താണ്? കോൺസ്റ്റന്റ്. ക്ലിയർ അല്ലേ? അപ്പം അവിടുത്തെ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി തേർഡ് പാർട്ട് സി എന്താണ് ചോദിക്കുന്നത്? പ്രൂവ് ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. അപ്പൊ നമുക്ക് സെൻട്രിപിറ്റൽ ആക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് ഫ്രീക്വൻസി എന്താണ് അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പൊ ഇവിടുത്തെ ഫ്രീക്വൻസി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, സോ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ സോ പാർട്ട് സി, അപ്പൊ നമ്മൾ പറഞ്ഞു സെൻട്രിപിറ്റൽ ഫോഴ്സ് is equal to
എന്ന് നമ്മൾ പറഞ്ഞത് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെ, മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഞാൻ നേരത്തെ mv²/r എന്നാണ് ഡിനോട്ട് ചെയ്തത്. അതിന് നമുക്ക് എന്താണ് ഒമേഗ വെച്ച് കാണും, അതായത് ആംഗുലർ മൊമെന്റം വെച്ച് കാണും നമുക്ക് ഇതാക്കാൻ പറ്റില്ല. സോറി, ആംഗുലർ മൊമെന്റം അല്ല, ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി വെച്ച് കണ്ട് ഇതാക്കാൻ പറ്റില്ല. സോ അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? m ω² r അല്ലെ, കാരണം എന്താണ് mv²/r, v is equal to എന്താണ് r ഒമേഗ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കിട്ടുന്നത് mv²/r എന്ന് എഴുതില്ലേ. ഇവിടെ ശരിക്കും എന്താണ് v is equal to ഒമേഗ r ആണ്, അതിൽ നിന്നാണ് നമുക്ക് എന്ത് m ω² r എന്ന് കിട്ടുക. ഓക്കെ, സോ ഇത് ഓർമ്മിച്ച് വെക്കുക, അതിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. സോ ഓക്കെ, സോ m ω² r എന്ന് എഴുതാം, and which is equal to the QVB എഴുതാം അല്ലെ. QVB എന്ന് എഴുതാ വെച്ചാൽ ബീന് എന്താണ് ഞാൻ ഒമേഗ ആർ എഴുതാം. അപ്പൊ സോ Q ഒമേഗ ആർ ബി എന്ന് എഴുതി, ഒമേഗയും ഇവിടെ ഒമേഗ സ്ക്വയറിൽ ഒരു ഒമേഗ ക്യാൻസൽ ആവും. സോ ദാറ്റ് ഗിവ്സ് ദാറ്റ് എന്ത് വരും, QB is equal to m ഒമേഗ എന്ന് വരും. സോ therefore എന്ന് നമുക്ക് പറയാൻ പറ്റുക ഒമേഗ is equal to അല്ലെ, ഒമേഗ is equal to എന്താണ് QB by m എന്ന് വരും, QB by m എന്ന് വരും. ഇനി ഫ്രീക്വൻസി ആണെങ്കിലോ, ഫ്രീക്വൻസി പറഞ്ഞാൽ 2π/ω അല്ലെ, സോറി π/2ω അല്ലെ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് ഒമേഗ is equal to 2π ആണ്. സോ ഫ്രീക്വൻസി is equal to π/2ω, ω/2π എന്നാണ്. സോ we can write frequency f is equal to എന്ത് വരും, frequency f is equal to QB by 2πm എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദി ഇക്വേഷൻ ഫോർ ദി ആംഗുലർ ഫ്രീക്വൻസിന്റെ കേസിൽ എടുക്കുകയാണെങ്കിലും സാധാ ഫ്രീക്വൻസി നോർമൽ ഫ്രീക്വൻസി കേസിൽ എടുക്കുകയാണെങ്കിലും എന്താണ് ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. സോ ഒമേഗ is equal to QB/m, f is equal to QB/2πm എന്ന് വരും. ഇവിടെ v ഉണ്ടോ, വെലോസിറ്റിന്റെ കമ്പോണന്റ് ഫ്രീക്വൻസിയിൽ വരുന്നുണ്ടോ? രണ്ട് ഫ്രീക്വൻസിയിലും വരുന്നില്ലല്ലോ. അത് നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഹെൻസ് എന്താണ്, ഹെൻസ് ഫ്രീക്വൻസി that is f is independent of v. F is independent of v. അതാണ് തേർഡ് പോയിന്റ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇപ്പൊ എന്താ ഡിസ്കസ് ചെയ്തത്, നമ്മൾ എന്താണ് ഫസ്റ്റ് ലോറൻസ് ഫോഴ്സ് എന്താ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് പാത്താണ് ഉണ്ടാവുക, അല്ലെ അതിന്റെ പാത്ത് എന്താണ് ഡിസ്കസ് ചെയ്തത്. ഒരു സർക്കുലർ മോഷൻ പാത്ത് ആയിരിക്കും. അതിൽ എന്താണ് ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ വെലോസിറ്റിയും അതിന്റെ ഇടയിലുള്ള ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു. അത് 90 ഡിഗ്രി ആണ്. ഓക്കെ, പിന്നെ നമ്മൾ കൈനറ്റിക് എനർജിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ചോദിച്ചു. കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ വർക്ക് ഡൺ അവിടെ നടക്കണം. പക്ഷെ വർക്ക് ഡൺ അവിടെ നടക്കുന്നുണ്ടോ ഇല്ല, കാരണം നമ്മൾ പവർ 0 ആണ് പറഞ്ഞു. പവർ 0 എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഈസ് ഓൾസോ 0. വർക്ക് ഡൺ 0 എന്നാണ് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ there is no change in kinetic energy. So kinetic energy is constant. പിന്നെ മൂന്നാമത്തെ ചോദിച്ചത് ഫ്രീക്വൻസി ഓഫ് ദി റെവല്യൂഷൻ ഫ്രീക്വൻസി ഇഫ് ഇറ്റ് ഈസ് അത് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്. നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിച്ചപ്പോൾ എന്താ കിട്ടിയത്, ഒമേഗ is equal to Q/m, ആംഗുലർ ഫ്രീക്വൻസി Q/m, f is equal to frequency is equal to QB/2πm ആണ് കിട്ടിയത്. അതിൽ വീണ്ടും ഒരു കമ്പൗണ്ട് ഉണ്ടോ ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് f is independent of v. അതാണ് എന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ബയോട്ട്-സവാർട്ട്സ് ലോ. ബയോട്ട്-സവാർട്ട്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് then derive the magnetic field at a point due to a circular loop carrying current. അപ്പോൾ നമുക്ക് ബയോട്ട്-സവാർട്ട് ലോ എന്താണെന്ന് നോക്കണം. അതേപോലെ എന്താണ് ഒരു സർക്കുലർ ലൂപ്പ് കറന്റ് ക്യാരിങ് ലൂപ്പിനെ അതിന്റെ ഒരു പോയിന്റിൽ അല്ലെ ആക്സിലായിട്ട് അതിന്റെ പോയിന്റിൽ എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്, സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് അതിന്റെ ഒരു ആക്സിസിൽ വെച്ചങ്ങാണ്ട് എങ്ങനെയാണ് ഒരു ഡിസ്റ്റൻസിലെ മാഗ്നറ്റിക് ഫീൽഡ് വരിക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ബയോട്ട്-സവാർട്ട് ലോ സ്റ്റേറ്റ് ചെയ്യാം. സോ ബയോട്ട്-സവാർട്ട് ലോ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ബയോട്ട്-സവാർട്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ കറന്റ് ക്യാരിങ് എലമെന്റ്. അപ്പൊ എന്താണ്, ഇപ്പം ഇതാണ് ഒരു കറന്റ് ക്യാരിങ് എലമെന്റ്. ഓക്കെ, ദിസ് ഈസ് എ കറന്റ് എലമെന്റ്, കറന്റ് ക്യാരിങ് എലമെന്റ്. ഓക്കെ, ദിസ് ഈസ് എ കറന്റ് എലമെന്റ്. അപ്പോ നമ്മൾ ഇതിന്റെ മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് ഇതാക്കുന്ന ഭാഗത്തും ആദ്യം നമ്മൾ ഈ ഒരു ഹോൾ എന്താണ് കണ്ടക്ടർ അല്ലെങ്കിൽ ഹോൾ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വലിയ ലെങ്ത്തിലൊരു ഇതാണ്. പക്ഷെ നമ്മൾ എന്താണ് ആദ്യം സ്മോൾ ഇതെടുക്കും, എന്നിട്ട് നമ്മൾ എന്താണ് അതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, അങ്ങനെ ചെയ്യാം. അപ്പൊ ആദ്യം ഒരു ചെറിയ DL എന്നൊരു ലെങ്ത് എടുക്കും. ആ DL എന്ന ലെങ്ത് വെച്ചുകൊണ്ട് നമുക്കൊരു എന്താണ് ലോ ഉണ്ട്, അതാണ് ബയോട്ട്-സവാർട്ട് ലോ. സോ അത് പറയുന്നത് എന്താണ്, ദ ബയോട്ട്-സവാർട്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് magnetic field at a point due to current carrying element of length DL. നമുക്ക് ഹോൾ ലെങ്ത് പറയാൻ പറ്റില്ല, ഒരു സ്മോൾ എന്താണ്
ലെങ്ത്തിലെ പറയാൻ പറ്റുള്ളൂ, അതാണ് ഡി എൽ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ദാറ്റ് കറന്റ് ക്യാരിങ് എലമെന്റ് ലെങ്ത് ഡി എൽ, അത് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്ന് ചോദിച്ചത്. ഫസ്റ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, കറന്റ് ത്രൂ ദി കണ്ടക്ടർ. ഓക്കെ, കറന്റ് ത്രൂ ദി കണ്ടക്ടർ, അപ്പൊ കറന്റ് ഐ. ഓക്കെ, സോ ആ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് പറയുമ്പോൾ നമുക്ക് പറയാം ഡി ബി എന്ന് എഴുതാൻ പറ്റും അല്ലേ. സോ we can write it as dB. So dB is perpendicular to the current. Okay, അവിടെ കറണ്ട് ഐ ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ കറണ്ട് ഐ ആണെന്ന് കൺസിഡർ ചെയ്യാം. അത് അപ്പൊ നമുക്ക് അങ്ങനെ എന്താണ് അതിനെ അങ്ങനെ എഴുതാൻ പറ്റും. സോ പെർപെൻഡിക്കുലർ ടു ദി കറണ്ട് ഐ, അതൊന്നത്. പിന്നെ സെക്കൻഡ് വൺ എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കറണ്ട്. ലെങ്ത് ഓഫ് ദി കറണ്ട്, അപ്പൊ ലെങ്ത് ആയിട്ടും ഇതുണ്ട്. ലെങ്ത് ഓഫ് ദി കറണ്ട്, ലെങ്ത് ഓഫ് ദി കറണ്ട് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഡി എൽ ആണ്. നമ്മൾ ഹോൾ എന്താണ് എലമെന്റിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഹോൾ എന്താണ് കണ്ടക്ടറിന്റെ അല്ലെങ്കിൽ വയറിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണ് എടുക്കുന്നത് ആ സാധനം, അതിന്റെ എന്താണ് ആ ലൂപ്പിന്റെ ഹോൾ ലെങ്ത് അല്ലേ നമ്മൾ എടുക്കുന്നത്. നമ്മൾ എന്താണ് ഒരു പോയിന്റ് എന്താണ് ഒരു ചെറിയ സ്മോൾ ലെങ്ത് കാരണം കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് പറയുന്നത്. അപ്പം ആ ഒരു ലെങ്ത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ്, ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, തേർഡ് വൺ എന്താ പറയുന്നത്, തേർഡ് വൺ സ്റ്റേറ്റ്സ് ദാറ്റ്, തേർഡ് വണ്ണിൽ എന്താണ്, തേർഡ് എന്താ പറയുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ കറന്റ് എലമെന്റ്, കറന്റ് എലമെന്റും അതേപോലെ ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് ആൻഡ് ദി എലമെന്റ്, ആ എന്താണ് അതിന്റെ ഇടയിലുള്ള ലൈൻ ജോയിനിങ് ദി പോയിന്റ് ആൻഡ് എലമെന്റ്, അപ്പൊ അതിന്റെ ഇടയിലുള്ള സൈൻ ആംഗിൾ. സോ ഇവിടെ എന്താണ് ഈ ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് എന്താണ് തീറ്റ. തീറ്റ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പറയുന്നത് ഡി ബി എസ് dp പറഞ്ഞാൽ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ്. അത് ആ സ്മോൾ എലമെന്റ് ലെങ്ത്തിന്റെ കാരണം കൊണ്ടാണ് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഡി ബി ഉദ്ദേശിക്കുന്നത്. ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെറ്റ്സ് സേ സൈൻ തീറ്റ. ഓക്കെ, സൈൻ ഓഫ് തീറ്റ. ആൻഡ് ലാസ്റ്റ് പറയുന്നത് എന്താണ്, it is inversely proportional to the എന്താണ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എലമെന്റ് ആൻഡ് ദ പോയിന്റ്. അപ്പോൾ പോയിന്റും എലമെന്റും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇല്ല, അതാണ് നമ്മൾ ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് എന്താണ് ആർ എന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് കോൾ ദാറ്റ് ആസ് ആർ. സോ ആർ അതിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ് ഡി ബി ഈസ് inversely proportional to directly proportional to 1 by r square, inversely proportional to r square, ഇങ്ങനെ എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറഞ്ഞു. അവിടുത്തെ സ്മോൾ എന്താണ് അവിടെ ഉണ്ടാവുന്ന ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഈ ഒരു എലമെന്റ്, ഈ ഒരു എന്താണ് എലമെന്റിന്റെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന പോയിന്റ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഡി എൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. സോ ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, ഡി ബി പ്രൊപ്പോർഷണൽ ഡി എൽ, ഡി ബി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ആൻഡ് ഡി ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. അങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്ത് കണ്ടു എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി ബി ഈസ് നമുക്ക് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഐ ഡി എൽ സൈൻ തീറ്റ ബൈ എന്ത് വരും ആർ സ്ക്വയർ എന്ന് വരും. സോ പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യാൻ നമ്മളൊരു കോൺസ്റ്റന്റ് അവിടെ കൊടുക്കും. സോ ദാറ്റ് കോൺസ്റ്റന്റ് ഇവിടെ കൊടുക്കുമ്പോൾ എന്താണ് വരിക, ഇക്വേഷൻ വിൽ ബി ഡി ബി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഴുതുന്നത് μ0 ബൈ 4π ഇൻറ്റു എന്താണ് ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്നാണ് വരിക. ദിസ് വിൽ ബി ദി ഇക്വേഷൻ. ഓക്കെ, ഇതാണ് അതിന്റെ സ്കേലാർ ഫോം. ഇനി വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിലോ, വെക്റ്റർ ഫോം കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ എന്താ നമ്മൾ പറയട്ടെ, ഇൻ വെക്റ്റർ ഫോം, വെക്റ്റർ ഫോം പറയുമ്പോൾ എന്താണ് അതിനൊരു ഡയറക്ഷൻ വരും. അതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ് എന്താണ് μ0 ബൈ 4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇനി വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇൻ വെക്റ്റർ ഫോം നമ്മൾ എങ്ങനെ എഴുതും, ഡി ബി ഇസ് ഈക്വൽ ടു μ0 ബൈ 4π ഇത് വരും ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഓർ വി ക്യാൻ അത് ഓൾറെഡി അങ്ങനെ എഴുതുന്നതിന് പകരം ആർ ക്യാപ്പിനെ നമുക്ക് എന്താണ് വെക്റ്റർ ആർ ബൈ ആർ എഴുതി കൂടെ. അപ്പൊ അങ്ങനെ എഴുതുകയാണെങ്കിൽ μ0 ഡി ബി ഇസ് ഈക്വൽ ടു μ0 ബൈ 4π എന്ത് വരും ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ആർ ബൈ എന്ത് വരും ആർ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെയും എന്താണ് അതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ബോത്ത്, ഇതിന് രണ്ടും നമുക്ക് വെക്റ്റർ ഫോം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഓക്കെ, ഇത് രണ്ടും അതിന്റെ വെക്ടർ ഫോം ആണ്. ഇനി ഇവിടെ നമുക്ക് എന്താണ് എല്ലാതും അറിയില്ല. ഐ എന്താണ് കറന്റ് ആണ്, ഡി എൽ എന്ന് പറഞ്ഞത് എന്താണ് നമ്മളുടെ ലെങ്ത് എലമെന്റ് ആണ്. പിന്നെ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലെങ്ത് എലമെന്റ് ആസ് വെൽ ആസ് ദി പോയിന്റ് പി. ഓക്കെ, അതിന്റെ ഇടയിലെ ഡിസ്റ്റൻസ് ആണത്. പിന്നെ മ്യൂ0 എന്നുള്ളതിനാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. സോ മ്യൂ0 ഇസ് ബേസിക്കലി എന്താണ് മ്യൂ0 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, പെർമിറ്റിവിറ്റി പറഞ്ഞാൽ എപ്സിലോൺ 0 ആണ്. അപ്പൊ പെർമിയബിലിറ്റി ആണ് ഇവിടെ, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആൻഡ് അതിന്റെ ഇതെന്താണ് മ്യൂ0 ഇസ് ഈക്വൽ ടു എന്താണ് 4π into 10 to the power -7. അതിന്റെ യൂണിറ്റ് വരെ ടെസ്ല മീറ്റർ എന്താണ് ആംബിയർ ഇൻവേഴ്സ് ആണ് വരിക. ഓക്കെ, ടെസ്ല മീറ്റർ ഏരിയ ഇൻവേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് എന്ത് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ബയോട്ട്-സാവാർട്ട് ലോ. ഇനി നമ്മളോട് നെക്സ്റ്റ് എന്ന് ചോദിച്ചത് ഡിറൈവ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ദി സർക്കുലർ ലൂപ്പ് കാരിയിങ് കറന്റ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കുമ്പോൾ അപ്പോൾ ലെറ്റ്സ് കൺസിഡർ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സർക്കുലർ ലൂപ്പിനെ എടുക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ എ സർക്കുലർ ലൂപ്പ് വിത്ത് റേഡിയസ് എ. ഓക്കെ, ഇപ്പോൾ നമ്മൾ റേഡിയസ് എ ഒരു സർക്കുലർ ലൂപ്പാണ് എടുക്കുന്നത്. ഇതാണ് അതിന്റെ റേഡിയസ്. ഓക്കെ, സോ അതാണ് അതിന്റെ റേഡിയസ് ആൻഡ് ക്യാരിയിങ് കറണ്ട് ഐ. ഓക്കെ, എന്താണ് കറണ്ട് ക്യാരി ചെയ്യുന്നതോ ഐ ആയിട്ടാണ്. അപ്പം അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഐ. ഓക്കെ, അപ്പോൾ ക്യാരി കറണ്ട് ഐ, ഇങ്ങനെ കറണ്ട് ഐ എന്ന് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ദി കറണ്ട് ഐ. ഇനി ലെറ്റ് us find the magnetic point at P which is at x distance from the center of the loop. അല്ലെ, എന്താണ് നമ്മൾ ഈ ഒരു പോയിന്റിലെ എന്താണ് കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ വിച്ച് ഈസ് from the center of the loop, it is at a distance x എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ which is from the distance x എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ എന്താണ് ബയോട്ട്-സാവാർട്ട് ലോ യൂസ് ചെയ്ത് കണ്ടാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. ബയോട്ട്-സാവാർട്ട് ലോ യൂസ് ചെയ്ത് കണ്ടാൽ നമുക്ക് ഹോൾ ലെങ്ത്തിന്റെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്കൊരു എന്താണ് സ്മോൾ എലമെന്റ് എടുക്കണം, അല്ലെ, ലെങ്ത് dl എലമെന്റ് എടുക്കണം. എന്നാലേ നമുക്ക് മാത്രം എന്താണ് കറന്റ് ക്യാരിയിങ് എലമെന്റ് എടുത്താലേ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ അത് എങ്ങനെ എടുക്കുന്നത്? നമ്മൾ ഇവിടെ ഒരു സ്മോൾ പോർഷൻ, ഈ ഒരു ഹോൾ എന്താണ് കറന്റ് ക്യാരിയിങ് ലൂപ്പിന്റെ ഒരു സ്മോൾ ലെങ്ത് dl എടുക്കുകയാണ്. ആ dlന്റെ കാരണം കൊണ്ട് എന്താണ് ഇവിടെ വരുന്നത് നോക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ എടുക്കാം. ഓക്കെ, അവിടെ അതിന്റെ കാരണം കൊണ്ടും ഈ പോയിന്റ് പിയിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് എന്നുള്ളത് നമുക്ക് ബയോട്ട്-സാവാർട്ട് ലോ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതുന്നതാണ് ഈ കൺസിഡർ ദിസ് സ്മോൾ ലെങ്ത് dl എന്നാണ്. ഓക്കെ, സോ നമുക്ക് അത് കൺസിഡർ ചെയ്ത് നമുക്ക് പറയാം. സോ കൺസിഡർ a small element dl. അപ്പോൾ dl നല്ലൊരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്യുക. ഇനി ഈ dl എന്താണ് ഇവിടുന്ന് പി എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ് r ആണ്, അല്ലെ. dl നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r ആണ്. ഓക്കെ, സോ the distance r from the element dl to the point p is എത്രയാണ്? അതെങ്ങനെ കാരണം ഇത് ഈ ഒരു ട്രയാങ്കിൾ നോക്കിയാൽ മതി. എന്താണ് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ r എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ അതിന്റെ r² is equal to അല്ലെങ്കിൽ r is equal to square root of a² plus x² എന്ന് വരും, അല്ലെ. നമ്മുടെ പൈത്തഗോറസ് തിയറി വെച്ച് കണ്ട് നമുക്ക് എഴുതാൻ പറ്റും it is equal to a² plus x² എന്ന് വരും. a² plus x² എന്ന് വരും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതാണ് കാര്യങ്ങളിൽ നമുക്ക് എന്താണ് ബയോട്ട്-സാവാർട്ട് ലോ വെച്ച് കണ്ട് നമുക്ക് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചൂടെ? ഈ ഒരു കറന്റ് ക്യാരിയിങ് എലമെന്റ് കാരണം കൊണ്ട് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചൂടെ? അത് കാരണം സോ the magnetic field dp due to the current carrying element dl is എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് db is equal to നമ്മൾ നേരത്തെ പറഞ്ഞതാണ് µ0 by 4π എന്താണ് idl sin theta by എന്ത് വരും? sin theta by r² എന്ന് വരും. ഓക്കെ, sin theta by r² എന്ന് വരും, അല്ലെ. കാരണം ഇവിടുത്തെ ഇതിന്റെ ഇടയിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r ആണ്. അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന്റെ സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം r² എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഇനി എന്താ സംഭവിക്കുക? സിൻസ്
ഇനി തീറ്റ എന്താ നിങ്ങൾ നോക്കണം. നമുക്ക് ഐയുടെയും അതേപോലെ ഡി എല്ലും, കറണ്ടും ഡി എല്ലും അല്ലേ എന്താണ് ഇതിലൊക്കെ ഐയും അതേപോലെ ആറും ഡി എല്ലും അല്ലെ. ഡി എൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിലെത്തുമ്പോൾ ഡി എൽ ഇങ്ങനെ പോകും. അപ്പം ഇതും കറണ്ടും അതിന്റെ ഇടയിൽ ആംഗിൾ വരും. കാരണം ഡി എൽ ഇങ്ങനെ ആയതുകൊണ്ട് കറണ്ട് അതിന്റെ ഇടയിൽ ആംഗിൾ വരും 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ രണ്ടിന്റെ ഇടയിൽ ആറിന്റെയും ഡി എല്ലിന്റെ ഇടയിലെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ തീറ്റ എന്ത് വരും? 90 ഡിഗ്രി എന്ന് വരും. ഓക്കെ, സിൻസ് ദ എലമെന്റ് dl is എന്താണ് perpendicular to r അല്ലെ, perpendicular to r. That is, appo theta is equal to 90 degree. So we can say theta 90 degree and then sin theta is equal to 1 എന്ന് വരും. So we can write that dB is equal to mu 0 by 4 pi. ഇവിടെ sin 90 1 എന്ന് IDL എന്ന് പറഞ്ഞു. ഇനി r സ്ക്വയറിന്റെ പകരം r is equal to square root of a square plus x square ആണ്. r സ്ക്വയർ എന്തായിരിക്കും? എന്താണ് a square plus x square. So we can write it as എന്താണ് IDL divided by a square plus x square. IDL divided by a square plus x square. Okay, ഇനി ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫീൽഡ് ഉണ്ടല്ലോ, ഇത് എന്താണ്? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു എന്താണ്? ആർ. ഓക്കെ, ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ആർ. അപ്പൊ സിമെട്രി കാരണം ഫീൽഡ് എങ്ങനെ പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ നോക്കാം. അപ്പൊ എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇതാണ് ഫീൽഡ് എങ്ങനെ ഫീൽഡ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് യൂസ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് കറണ്ട് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, കറണ്ട് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഫീൽഡ് നോക്കുമ്പോൾ ഇങ്ങനെ വരും അല്ലേ. അപ്പൊ എന്താണ് അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. ഇപ്പൊ പോയിന്റ് നോക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. സോ ഇവിടെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റും അതേപോലെ ഇതും എന്താണ് അതിന്റെ ഇടയിലെ ആംഗിൾ എന്താണ് 90 ഡിഗ്രി വരിക. ഓക്കെ, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ടി. അപ്പം അതിന്റെ 90 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പൊ റിസോൾവ് ചെയ്യുമ്പോൾ എന്താണ് cos θ കമ്പോണന്റ് ഉണ്ടാവും, sin θ കമ്പോണന്റ് ഉണ്ടാവും. അപ്പം ഈ ഒരു ഡിഫറൻസ് ഇതാണ് ആക്സിസ്, അതിന്റെ ഡിഫറൻസ് ആയി കാണാനാണ് ബി കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഇടയിലെ ആംഗിൾ നമ്മൾ 5 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിലെ ആംഗിളിന് 5 ആയി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് റിസോൾവ് ചെയ്യാൻ പറ്റും. അതാണ് cos θ കമ്പോണന്റ് ആയിട്ടും sin θ കമ്പോണന്റ് ആയിട്ടും. അതേപോലെ ഇവിടെയും cos θ കമ്പോണന്റ് sin θ കമ്പോണന്റ് ഉണ്ട്. പക്ഷേ ഈ cos θ കമ്പോണന്റ് എന്താണ് ബൈ സിമെട്രി ക്യാൻസൽ ഔട്ട് ചെയ്തത്. കാരണം എന്താണ് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചെയ്തത്. അപ്പൊ എന്താണ് അത് ക്യാൻസൽ ആവും. ഇവിടെ ആകെ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് sin θ കമ്പോണന്റ് ആണ്. ഓക്കെ, sin θ കമ്പോണന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് എഴുതാൻ ക്ലിയർ ആവും. സോ എന്താണ് the field dB is perpendicular to r ആണ് അല്ലേ, perpendicular to r. So by symmetry the components of dB perpendicular to the axis. Okay, axis in perpendicular ആയിട്ടുള്ള components അതേതൊക്കെയാണ്? cos θ component. So dB cos അവിടെ എന്താണ് phi ആണ്, cos phi component ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ആംഗിൾ phi ആണ്. സോ dB cos component ആണ്. cos component cos phi ആണ് ഇവിടെ എടുക്കുന്നത്. cos phi എന്താണ് cancel out each other. Okay, cancel out each other. cos θ component cancel out each other. ഓക്കെ, കാരണം എന്താണ് അത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, അത് ക്യാൻസൽ ഔട്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ് ഓൺലി ദി ആക്സിയൽ കമ്പോണന്റ് പറഞ്ഞാൽ സൈൻ കമ്പോണന്റ് ആണ്. സൈൻ കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഓൺലി ദി ആക്സിയൽ കമ്പോണന്റ് which is acting upon the axis അല്ലെ, ആക്സിയൽ കമ്പോണന്റ് ദാറ്റ് ഈസ് dB sin alpha ആഡ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് ദി സ്മോൾ ഇലക്ട്രിക് ഫീൽഡ്. സോ വി ക്യാൻ റൈറ്റ് B is equal to ഇന്റഗ്രൽ ഓഫ് dB sin alpha എന്ന് പറയാം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് dB sin alpha. സോറി, sin alpha അല്ല, phi ആണ്, മൈ മിസ്റ്റേക്ക്, sin phi. phi ആണ് ഇവിടെ എടുക്കുന്നത്. സോ phi dB sin phi. അപ്പൊ ഈ sin phi എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണ്, ഇത് phi ആണെങ്കിൽ ഇതും phi എന്ന് വരും. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണ്, ഇത് phi ആണെങ്കിൽ, കാരണം ഇതും 90 ഡിഗ്രിയാണ്, അപ്പം ഇത് phi വരും. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഇത് 90 ഡിഗ്രി ആണ്, അതിൽ ഈ ആംഗിൾ phi ആണ്. ഇതും 90 ഡിഗ്രിയാണ്, അപ്പൊ എന്ത് വരും? ഇത് ഈ 90 ഡിഗ്രിന്റെ phi ആണ് വരിക. ബാക്കി ക്ലിയർ അല്ലേ?
അപ്പൊ ഇത് ഫൈ എന്ന് വരും. സോ ഇത് ഫൈ ആണെങ്കിൽ നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫൈ എന്താ കണ്ടുപിടിച്ചൂടെ? ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ സൈൻ ഫൈ അവിടെ എടുക്കാൻ പറ്റില്ല, സൈൻ ഫൈ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുക്കാൻ പറ്റും. അപ്പൊ എ ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, എ ബൈ ആർ എന്ന് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ്. സോ ബി ഈസ് ഈക്വൽ ടു ആദ്യം ഡി ബി എന്താണ് എഴുതുക? ഡി ബി നമ്മൾ കണ്ടുപിടിച്ചില്ല, മ്യൂ നോട്ട് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അത് നമ്മളാണ് എഴുതുക. സോ മ്യൂ0 അല്ലെങ്കിൽ മ്യൂ നോട്ട് ബൈ 4π ഐ ഡി എൽ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എഴുതാം. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു എന്ത് വരും? സൈൻ ഫൈ ആണ്. സൈൻ ഫൈ എന്നത് എ ബൈ ആർ ആണ്. ഓക്കെ, സൈൻ ഫൈ എന്ന് പറയുന്നത് എ ബൈ ആർ ആണ്. സോ എ ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്നതോ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ആർ എന്ന് പറയുന്നത് എ ബൈ ആർ ആണ്, പക്ഷെ അത് ആർ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ്. സോ അതാവുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമുക്ക് ഇവിടെ എന്താണ് ഇത്? നമുക്ക് ഇത് ഡി ബി ആണ്, നമുക്ക് അതിന്റെ ടോട്ടൽ ഓക്കെ ഇവിടെ എഴുതുന്നത്. സോ മ്യൂ0 ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മ്യൂ0 ബൈ 4π ഐ ഡി എൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു എന്താണ്? സൈൻ ഫൈ. സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? എ ബൈ ആർ ആണ്. ഓക്കെ, എ ആർ എന്താണ്? എ ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്നതാണ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. സോ ഹിയർ നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെയാണ്? ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ എന്താണ്? എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിന്റെ പവർ 1ഉം സ്ക്വയർ റൂട്ടിന്റെ പവർ 1/2 ആണ്. സോ 1 + 1/2 എന്താണ്? 3/2 എന്ന് വരും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മ്യൂ0 ബൈ 4π ഐ ഡി എൽ ഡിവൈഡഡ് ബൈ വരും എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 3/2 എന്ന് വരും. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇവിടെ എന്തല്ലത്? മ്യൂ0 ബൈ 4π കോൺസ്റ്റന്റ് ആണ്, ഐ കോൺസ്റ്റന്റ് ആണ്, സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഒക്കെ ഒന്നും ഇതിനും ബന്ധപ്പെട്ടില്ല. നമുക്ക് ആകല്ല എന്താണ്? ലെങ്ത് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? ബി ഈസ് ഈക്വൽ ടു മ്യൂ0 ബൈ 4π എന്താണ്? ഐ ബൈ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 3/2 ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ എലമെന്റ് ആണ് ഇത്. അതിനെ മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? സർക്കംഫറൻസ് ഓഫ് ദി ലൂപ്പ്. സർക്കംഫറൻസ് ഓഫ് ദി ലൂപ്പ് എന്തായിരിക്കും? 2π എന്താണ്? 2π എ എന്ന് വരും. ഓക്കെ, 2π എ എന്ന് വരും. കാരണം അതിന്റെ റേഡിയസ് ആണ്, അപ്പം അതിന്റെ സർക്കംഫറൻസ് പറഞ്ഞാൽ 2π എ എന്ന് വരും. സോ ഹിയർ എന്താണ്? ഡി എൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ദി ലൂപ്പ് ആണ്. So B is equal to എന്ത് വരും? Therefore we can write B is equal to µ0 by 4π I into ഇവിടെ ഒരു I into അവിടെ ഒരു A ഉണ്ട് കേട്ടോ, മിസ്റ്റേക്ക്, A ഉണ്ട്. So I into A into 2π A divided by A square plus X square into 2/3. ഈ പൈയും പൈയും ക്യാൻസൽ ആവും, 4 into ക്യാൻസൽ ആയി, ഇവിടെ 2 എന്ന് വരും. So therefore we can write the magnetic field B is equal to µ0 I A square divided by 2 into A square plus X square raised to 3/2. This will be the equation for magnetic field. Clear അല്ലേ? അപ്പം ആ ഒരു പോയിന്റിലെ ആ ഒരു ടോട്ടൽ ഈ കറന്റ് ക്യാരിങ് ലൂപ്പിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? µ0 I A square divided by 2 into A square plus X square raised to 3/2 എന്നായിരിക്കും. ഇനി അതിന്റെ പകരം നമ്മൾ സെന്റർ ഓഫ് ദ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു ഡിസ്റ്റൻസ് എക്സ്, ഒരു ഡിസ്റ്റൻസ് എന്താണ് എക്സ് എന്നുള്ള ഒരു കേസിൽ എടുത്താൽ, അപ്പോൾ സെന്റർ ഓഫ് ദ ലൂപ്പ് എടുക്കുകയാണെങ്കിലോ ആ ഡിസ്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത്. അപ്പം അറ്റ് സെന്റർ ഓഫ് ദ ലൂപ്പ് എന്താണ് ഇക്വേഷൻ വരിക? And then at the center of the loop എന്ത് വരും?
ഇവിടെ x is equal to 0 എന്ന് വരും. സോ x is equal to 0 എന്ന് വരും. therefore ഇവിടെ x equal to 0 എന്ന് സംഭവിക്കുക, x 0 ആയി. അപ്പോൾ ഇവിടെ എന്തായാലും a square into a to the power 2 into 3/2 എന്നാണ്. അപ്പം എന്താണ് ഈ 2 ഉം 2 ക്യാൻസൽ ആവും, a cube എന്ന് വരും. ഈ a ക്യൂബും a സ്ക്വയർ ക്യാൻസൽ ആയി ഇവിടെ a എന്ന് വരും. സോ ഹിയർ the equation will be b is equal to എന്താണ് mu0 I divided by 2a എന്ന് വരും. So that will be the at the center magnetic field at the center of the loop. അങ്ങനെയാണ് എന്ത് magnetic field due to a circular magnetic field at a point due to a circular loop ന്റെ ഇക്വേഷനും അതേപോലെ center of the loop ആയാലും ഇക്വേഷനും നമ്മൾ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? Okay, so now let's move on to the next one, that is state Ampere's circuital law അല്ലെങ്കിൽ Ampere's circuit theorem എന്ന് പറയും. Okay, derive the magnetic field due to an infinite state conductor. അപ്പോൾ infinite state conductor കാരണം കൊണ്ട് ഉണ്ടാകുന്ന magnetic field ആണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് എന്താണ് Ampere's circuital law എന്താണ് നോക്കാം. So Ampere's circuits അല്ലെങ്കിൽ Ampere's law എന്ന് പറയാം സിമ്പിൾ ആയിട്ട്. Ampere's circuital law states that the line integral of a magnetic field, okay, the line integral of a magnetic field along a closed loop is equal to എന്താണ് mu0 times the total current passing through the loop. അപ്പം എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് mu0 ടൈംസ് ദി ഐ എൻക്ലോസ്ഡ്, ലൈക്ക് കറണ്ട് എൻക്ലോസ്ഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ എലമെന്റ്. ഇത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൂപ്പ്. അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ ഓക്കെ, അപ്പം അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ലൈൻ ഇന്റഗ്രൽ. ഓക്കെ, അതിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു mu0 ടൈംസ് ദി ഐ എൻക്ലോസ്, കറണ്ട് എൻക്ലോസ്ഡ്. ഇവിടുത്തെ കറണ്ട് എൻക്ലോസ്ഡ് ഐ ആണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, ലൈൻ ഇന്റഗ്രൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്, കാരണം ക്ലോസ്ഡ് ലൂപ്പ് ആണ്. ഇന്റഗ്രൽ ഉദ്ദേശിക്കുന്നത് ബി ഡോട്ട് ഡി എൽ. അപ്പോൾ ലെങ്ത്തിന്റെ ബേസ് ചെയ്ത് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു എന്താണ് mu0 ടൈംസ് ദി കറണ്ട് എൻക്ലോസ്ഡ് ഇവിടെ ഐ ആണ്. സോ mu0 ഐ എൻക്ലോസ്ഡ് ചിലയിടത്ത് എഴുതാം. അപ്പൊ എൻക്ലോസ്ഡ് കറണ്ട് ആണ് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ആംപിയേഴ്സ് ലോന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് സെക്കൻഡ് എന്ന് പറഞ്ഞത് ഡിറൈവ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ് സ്റ്റേറ്റ് കണ്ടക്ടർ. അപ്പം ഒരു സ്റ്റേറ്റ് കണ്ടക്ടർ, ഇൻഫൈനൈറ്റ് സ്റ്റേറ്റ് കണ്ടക്ടറിലെ അതിന്റെ ഇതാണെന്ന് ചോദിച്ചത്. സോ ഇൻഫൈനൈറ്റ് സ്റ്റേറ്റ് കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. സോ കൺസിഡർ എ ലോങ് സ്ട്രേറ്റ് വയർ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ. ഇവിടെ റേഡിയസ് എ ആണ്. എന്ത്, ആ ഒരു വയറിന്റെ റേഡിയസ് എ ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ 3 കേസസ് ആണുള്ളത്. ഓക്കെ, നമുക്കിവിടെ 3 കേസസ് ആണുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാല് അപ്പം നമ്മളൊരു പോയിന്റ് എടുക്കുകയാണ്, ആ ഒരു പോയിന്റ് കണ്ടെടുക്കണം, ഈ ഒരു പോയിന്റ് എടുക്കണം. ആ പോയിന്റ് ഔട്ട്സൈഡ് ദ വയർ, അല്ലെ, ഔട്ട്സൈഡ് ദി അല്ലെ കണ്ടക്ടർ, ഔട്ട്സൈഡ് ദി കണ്ടക്ടർ ഔട്ട്സൈഡ് ദ കണ്ടക്ടർ അറ്റ് എ ഡിസ്റ്റൻസ് ആണ്. അതൊന്ന് ഒരു കേസ്. ഓക്കെ, അറ്റ് ദ സർഫസ് അല്ലെങ്കിൽ ഓൺ ദ വയർ എന്താണെന്നുള്ളത് കണ്ടിരിക്കണം. ഓക്കെ, അറ്റ് എ എന്താണ് കണ്ടിരിക്കണം, പിന്നെ ഇൻസൈഡ് ദ വയർ. ആ 3 കേസസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ആ 3 കേസസിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളത് നമ്മൾ ആംപിയർ സർക്യൂട്ട്സ് ലോ വെച്ചുകൊണ്ട് എന്താണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ പിന്നെ പറയുന്നത് എന്താണ്, ദ കറന്റ് ഐ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് നമുക്ക് തേർഡ് കേസ് എടുക്കുമ്പോൾ ആവശ്യം വരും. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കറന്റ് ഐ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഐ ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് 3 കേസസ് ആണുള്ളത്. കേസ് 1 when എന്താണ് R is greater than A. R is greater than A പറഞ്ഞാല് ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് കണ്ടക്ടറിന്റെ പുറത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, അവിടെ കണ്ടക്ടറിന്റെ പുറത്തായിട്ടാണ് വരുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് R is greater than A. സോ അവിടെ നമുക്ക് എന്താണ് ഫസ്റ്റ് ആംപീരിയൻ ലൂപ്പ്, ഇതാണ് ആംപീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്താണ് ആംപീരിയൻ ലൂപ്പ്. അപ്പൊ ആംപീരിയൻ ലൂപ്പ് വെച്ച് കണ്ട് നമ്മൾ ആംപിയേഴ്സ് ലോ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു കണ്ടക്ടർ ഉണ്ട്, അപ്പൊ അതിന്റെ ഇതായി കണ്ടിട്ട് നമ്മൾ ആംപീരിയൻ ലൂപ്പ് കണ്ടക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബൈ ആംപിയേഴ്സ് ലോ നമുക്ക് എന്ത് പറയാൻ പറ്റും, R is equal to A ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ഓക്കെ, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, mu0 into I എന്നായിരിക്കും അല്ലെ, mu0 into I എന്നായിരിക്കും. ഇവിടെ ബിയും ഡി എല്ലും സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ്, ബിയും ഡി എല്ലും സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റും, ഇന്റഗ്രൽ ബി ഡി എൽ കോസ് തീറ്റ അല്ലെ, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ബി ഡി എൽ കോസ് തീറ്റ. ബി ഡി എൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു mu0 I എന്ന് വരും. അപ്പൊ ബി നമുക്ക് പുറത്ത് ബി ഡി എൽ കോസ് തീറ്റ ആണ്, പക്ഷെ കോസ് 0 ആണ് അല്ലെ, കോസ് 0 ഡിഗ്രി എന്ന് വരും. കാരണം ബിയും ഡിയും സെയിം ഡയറക്ഷനിലായിട്ട് 0 ഡിഗ്രി എന്ന് വരും.
അപ്പൊ നമുക്ക് ബി ഇൻറ്റു ബി ഡി എൽ എന്ന് വരും. ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു μ0 I എന്ന് വരും. സോ ബി ഇൻറ്റു ഡി എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡി എൽ ഇസ് ദ സർക്കംഫറൻസ് ഓഫ് ദി ലൂപ്പ്. ലൂപ്പിന്റെ ലെങ്ത് എന്നാണ് ഡി എൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡി എൽ എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ആണ്. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്തായാലും ബി എൽ ഇൻറ്റു 2πr എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു μ0 I. So therefore we can write therefore outside the loop b is equal to μ0 I by 2πr എന്ന് വരും. ഇതാണ് എന്ത് നമ്മുടെ ഇക്വേഷൻ വരിക. അപ്പൊ when r is greater than a, when the point is outside the wire, the equation is b is equal to μ0 I by 2πr. ഇനി at the surface ഓ on the wire ഓ നമുക്ക് നോക്കാം. അതാണ് case 2. So case 2, on the surface of the wire, that is r is equal to a ആവുമ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് r നെ കൊടുത്താൽ മതി. സോ എന്ത് വരും? b is equal to μ0 I by 2πa. അതാണ് നമ്മൾ നേരത്തെ ഇതാക്കിയതും ഡിറൈവ് ചെയ്തതും അറ്റ് സെന്റർ ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞല്ലോ. ആ കേസ് തന്നെയാണ് ഇത് സത്യം പറഞ്ഞാൽ വരുന്നത്. അപ്പം μ0 I by 2πa എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ കേസാണ് കുറച്ച് ഡിഫറെന്റ് ഉള്ളത്. സോ മൂന്നാമത്തെ കേസ് കാരണം ഇവിടെ I എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ I എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ എൻക്ലോസ് ചെയ്ത് കണ്ടില്ല കറണ്ട് പറഞ്ഞാൽ I തന്നെയായിരുന്നു. ഇപ്പം സർഫസ് നോക്കുമ്പോൾ അവിടുത്തെ എൻക്ലോസ്ഡ് കറണ്ട് എന്താണ്? I ആണ്. ഓക്കെ, പക്ഷെ ഇൻസൈഡ് ദ കറണ്ട് നോക്കുമ്പോൾ ഇൻസൈഡ് ഒരു കുറച്ചൊരു ചെറിയ റേഡിയസ് എടുക്കുകയാണെങ്കിൽ അവിടെ അതിന് I എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും വലുതാണ്. ആ ഒരു ഏരിയയിൽ എൻക്ലോസ്ഡിനെക്കാട്ടും വലിയ I ആണ്. അപ്പൊ നമുക്ക് ആ ഇതിന്റെ ഉള്ളിലത്തെ I' അല്ലെങ്കിൽ I അതിന്റെ എൻക്ലോസ്ഡ് കറണ്ട് എന്താണെന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് അവിടുത്തെ ഇത് കിട്ടുള്ളൂ. ഓക്കെ, സോ കേസ് 3 when r is less than a, ആകുമ്പോൾ എന്താണ് നമ്മൾ ആംബിയർസ് ലോ ഇതാക്കുന്നു. ദാറ്റ് ഈസ് ഇന്റഗ്രൽ b ഡോട്ട് dl is equal to μ0. ഇവിടെ ഞാൻ I ഡാഷ് കൊടുക്കണം. കാരണം ഇവിടെ എല്ലാ ഐയും I ഡാഷും വേറെ വേറെ. കാരണം I ഡാഷ് പറഞ്ഞാൽ ചെറിയൊരു ഈ കണ്ടക്ടറിന്റെ ഉള്ളിലല്ലേ. അപ്പം ഇങ്ങനെ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ കണ്ടക്ടറിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ഏരിയ ആണ്. അപ്പം ഇതിൽ മൊത്തം എന്താണ് I ആണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താണ് അതിനെക്കാട്ടും കുറവായിരിക്കും. സോ അതിനാണ് നമ്മൾ I പ്രൈം എന്ന് വിളിക്കുന്നത്. സോ I പ്രൈം എന്ന് വിളിച്ചു. സോ ആ I പ്രൈം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? I പ്രൈം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ് മറ്റേ അതേപോലെ തന്നെ എന്താണ് ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ എന്ന് വരും. പിന്നെ μ0 I പ്രൈം. ഈ I പ്രൈം എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് I എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടോട്ടൽ ഏരിയ ഉള്ളതാണ് അല്ലെ. അപ്പൊ ടോട്ടൽ ഏരിയ ഉള്ളതാണ് I എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയ അല്ലേ നമ്മളെ എന്താണ് ഈ കണ്ടക്ടറിന്റെ ടോട്ടൽ ഏരിയ ഉള്ളതാണ് I. സോ I is by the conductor's total area pi a square. പക്ഷെ നമുക്ക് എന്താണ് പൈ ആർ സ്ക്വയറിൽ ബേസിലുള്ളത് വേണ്ടതില്ലേ? ആ ഒരു ആറിന്റെ ഏരിയ ഉള്ളതിലാണ് വേണ്ടത്. അപ്പൊ നമുക്ക് I ഡാഷ് എന്നുള്ളത് അല്ലെങ്കിൽ I പ്രൈം അല്ല I ഡാഷ് എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? I ഡാഷ് ഇസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ഏരിയ ഇൻറ്റു ദി നമ്മൾ ഏരിയ ഇൻറ്റു കറണ്ട് ഏരിയ. അപ്പൊ ഇങ്ങനെ വരും. സോ പൈ ക്യാൻ ബി ക്യാൻസൽ. സോ I ഡാഷ് ക്യാൻ ബി റിട്ടൺ ആസ് I r സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പൊ എന്ത് വരും? ദാറ്റ് ഗിവ്സ് എന്താണ് ബി ഇൻറ്റു ഡി എൽ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു 2πr ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു μ0 IR സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ. ഈ ആറും ഇവിടുന്ന് ആർ സ്ക്വയറിന് ഒരു ആറും പോകുമ്പോൾ therefore we can write b is equal to എന്താണ് μ0 IR divided by 2πa സ്ക്വയർ എന്ന് വരുന്നു. ദാറ്റ് വിൽ ബി ദി ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പം ഇൻസൈഡ് ദി വയറും ഔട്ട്സൈഡ് ദി വയറും എല്ലാത്തിനും ഡിഫറെന്റ് ഇതുണ്ട്. അപ്പൊ അത് ഓരോന്നും വേറെ വേറെ ആണെന്നുള്ളത് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് ഓരോ കേസും നോക്കാം. ഇവിടെ ബിയും ആറിലുള്ള റിലേഷൻ എന്താണ്? ബിയും ആറിലുള്ള റിലേഷൻ എന്താണ്? ഫസ്റ്റത്തെ കേസിൽ ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലെ. ഇവിടെയോ? ഇവിടെ നമുക്ക് ഡിപ്പെൻഡൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ഫോർ ആർ ഗ്രേറ്റർ ദാൻ എ. ഫോർ ആർ ലെസ് ദാൻ എയോ ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. അപ്പൊ എന്താണ് അത് നമ്മൾ എന്താണ് ബിന്റെ ആറിന് എന്താണ് നമ്മുടെ നൊട്ടേഷൻ ബിനെ ആറിന് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരിക. ദാറ്റ് ഈസ് when r is less than a, when r is less than a, b is proportional to r അല്ലേ. അപ്പം അവിടെ എന്താണ് r is less than a. ഇനി r greater than a ആവുമ്പോഴോ? r greater than a ആവുമ്പോൾ എന്താണ് b is inversely proportional to r. പിന്നെ ആ ഒരു ചേഞ്ച് വരുന്നതോ അറ്റ് ആർ ഈക്വൽ ടു എ ആണ്. ഓക്കെ, ആ ചേഞ്ച് വരുന്നത് അറ്റ് ആർ ഈക്വൽ ടു എ ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ആർ ഈക്വൽ ടു എ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ റിലേഷൻഷിപ്പ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി
Next question, derive the expression for the force between two current carrying conductors. അപ്പോൾ രണ്ട് current carrying conductors-ന്റെ ഇടയിലെ ഫോഴ്സിനെ എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്, എക്സ്പ്രഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. സോ ലെറ്റ് us കൺസിഡർ എന്താണ് ടു ഇൻഫൈനൈറ്റ്ലി ലോങ് വയേഴ്സ്, ഏതൊക്കെയാണ് നമ്മൾ എയും ബി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ക്യാരിങ് കറണ്ട് IA and IB respectively placed with a separation distance ID. ഓക്കെ, അപ്പോൾ സെപ്പറേഷൻ ഡിസ്റ്റൻസ് അതിൻ്റെ ഇടയിലുള്ളത് D ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, രണ്ട് കണ്ടക്ടേഴ്സ് എന്നാൽ ഇൻഫിനിറ്റി ലോങ് കണ്ടക്ടേഴ്സ്, അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. അപ്പം ഇൻഫിനിറ്റി ലോങ് കണ്ടക്ടേഴ്സ് ഉണ്ട്, അവിടെ ഒന്ന് ക്യാരി ചെയ്യുന്ന കറണ്ട് IA, ഒന്ന് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ IB. അപ്പം ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താണ് മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫോഴ്സ് മറ്റേനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെ. അപ്പം എ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫോഴ്സ് മറ്റേ കണ്ടക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതേപോലെ ബി ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് മറ്റേ കണ്ടക്ടറിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പൊ അതാണ് ആ ഒരു എന്താണ് വെച്ചും കണ്ടാണ്, ആ ഒരു പോയിന്റ് വെച്ചും കണ്ടാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ റൈറ്റ് since magnetic field is produced due to the current through each of the other conductor അല്ലെ. മീൻ എക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബി ആണ്, ബിക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ ആണ്. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. സോ സിൻസ് മാഗ്നറ്റിക് ഫീൽഡ് is produced due to current through each conductor, therefore each conductor experience a force. Each conductor experience a force. രണ്ട് കണ്ടക്ടേഴ്സ് എന്താണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു ബി നോക്കാം. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു ബി. സോ ലെറ്റ്സ് കോൾ ദാറ്റ് ആസ് ഡ്യൂ ടു ബി ആയതുകൊണ്ട് നമുക്ക് അതിനെ ബി എന്താണ് ബി എ എന്ന് വിളിക്കാം. ഓക്കെ, ഡ്യൂ ടു ബി ആൻഡ് ബി ബി എന്ന് വിളിക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം ഡ്യൂ ടു സ്ട്രേറ്റ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ എന്താണ്, μ0. ഇവിടെ എന്താണ് കറണ്ട് ഉണ്ടാവുക, അതിലുള്ള കറണ്ട് ആണ്, അതിലുള്ള കറണ്ട് പറഞ്ഞാൽ IB ആണ് ബൈ 2πd എന്ന് വരും. ശരിയല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു ബി പറഞ്ഞാൽ ബി ബി ആയിരിക്കും. ബിന്റെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ക്യാപിറ്റൽ ബിന്റെ ഡ്യൂ ടു ബി ഇസ് ഈക്വൽ ടു എന്താണ് μ0 IB by 2πd എന്ന് വരും. അപ്പൊ hence we can write the force on the conductor എന്ന് പറഞ്ഞാൽ force on the conductor ഏതാണ്, conductor A due to B. Okay, conductor A due to B എന്ന് പറയുന്നത് എന്തായിരിക്കും, F A എന്നുള്ളത് ഫോഴ്സ് ഓൺ ദി കണ്ടക്ടർ A ഡ്യൂ ടു B, FAB എന്ന് പറയാം അല്ലെ. ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് FAB, ഫോഴ്സ് ഓൺ A ഡ്യൂ ടു B എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ FAB is equal to എന്ത് വരും, FAB is equal to BB എന്താണ് BIL sin theta എന്നാണ്. അപ്പൊ BBIL എന്നുള്ളത് നമുക്ക് ഇവിടെ ലെങ്ത് ക്യാപിറ്റൽ L ആയിട്ട് എടുക്കാം. ഓക്കെ, ദിസ് ഇസ് ദ ലെങ്ത്. നമ്മളിപ്പം ഇൻഫിനിറ്റി ലോങ് ആണ്, പക്ഷെ നമ്മളൊരു സ്മോൾ ഏരിയയിൽ നമുക്ക് നോക്കാം. സോ IL പിന്നെ എന്താണ് സൈൻ തീറ്റ ആണ്. ഈ ബി എന്താണ് BI-യും L-ന്റെയും ഇടയിൽ ഏതാണ് നോക്കിയത്, അത് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ എന്താണ് ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ സൈൻ 90 എന്ന് എഴുതാം. സോ സൈൻ 90 ആണ്, സൈൻ 90 എന്ന് എഴുതാം. അപ്പൊ L ക്രോസ് ബി ആണ്, L-ന്റെയും ബിന്റെ ഇടയിൽ 90 ഡിഗ്രി ആണ്. നമുക്ക് ലെങ്ത്തിന്റെയും എന്താണ് അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ ആംഗിൾ 90 ഡിഗ്രി ആണ്, സൈൻ 90 എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് വിൽ ബിക്കം എന്താണ് FAB is equal to എന്താണ് ബി എന്താണ് നമ്മൾ μ0, ഇവിടെ IA ആണ്. അപ്പം IA into IB divided by 2πdL എന്ന് വരും. സോ ദാറ്റ് വിൽ ഗിവ് us എന്താണ് FAB by L, that is force per unit length. FAB by L is equal to μ0 IA IB divided by 2πd എന്ന് വരും. ഓക്കെ, അത് ഫസ്റ്റ് ഇക്വേഷൻ. Let's call it as first equation. ഇത് നമുക്ക് എന്താണ് ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ ഡ്യൂ ടു
conductor A due to B, B due to A. Okay, so now the force on the conductor ഇതേപോലെ തന്നെ the force on the conductor B due to A. അപ്പൊ എന്താ എഫ് ബി എ, മറ്റേത് എഫ് എ ബി ആയിരുന്നു, ഇത് എഫ് ബി എ. എഫ് ബി എന്താ മാഗ്നറ്റിക് ഫീൽഡ് ആരെ കാരണം കൊണ്ടുപോയി എന്റെ കാരണം കൊണ്ടില്ല, കാരണം ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണ് ബിയിൽ ഫോഴ്സ് ഉണ്ടാവുന്നത്. പിന്നെ കറണ്ട്, അതിലുള്ള കറണ്ട്, അതിലെ കറണ്ട് പറഞ്ഞാൽ ഐ ബി, പിന്നെ എന്താണ് എൽ, നമ്മൾ ലെങ്ത് എൽ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ബി ഐ എൽ സൈൻ തീറ്റ ആണ്, ഇവിടെയും 90 ഡിഗ്രിയാണ് സൈനിലെ, അതിൻ്റെ ഇടയിൽ തീറ്റ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. സോ എഫ് ബി എ is equal to ബി എ എന്തായിരിക്കും μ0 ഐ എ ബൈ 2πd. ഓക്കെ, ബി എ എന്ന് പറഞ്ഞാൽ μ0 ഐ എ ബൈ 2πd എന്നായിരിക്കും, ബൈ ഇൻറ്റു ഐ ബി എൽ സൈൻ 90 ആണ്. സോ ദാറ്റ് വിൽ ഗിവ് us എന്താണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇവിടുത്തെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എഫ് ബൈ എൽ എന്താ കിട്ടുക, അപ്പം ഫോഴ്സ് പെർ ലെങ്ത് μ0 ഐ എ ഐ ബി ഡിവൈഡഡ് ബൈ 2πd എന്ന് വരും. ഓക്കെ, μ0 ഐ എ ഐ ബി, ഇവിടെ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഇതാക്കേണ്ടത് അല്ലേ. സോ ഐ എ ബി, സോ ഞാൻ ഒന്നും കൂടി എഴുതാം. സോ ഹിയർ എഫ് എ ബി ബൈ എൽ എന്ന് പറയുന്നത് μ0 ഐ എ ഐ ബി ഡിവൈഡഡ് ബൈ 2πd ആണ്. അതേപോലെ എഫ് ബി എ ബൈ എൽ എന്ന് പറയുന്നതും എന്താണ് μ0 ഐ എ ഐ ബി ഡിവൈഡഡ് ബൈ 2πd എന്നാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഹിയർ എന്താണ് എഫ് എ ബി ബൈ എൽ is equal to എഫ് ബി എ ബൈ എൽ. അപ്പം അവൻ രണ്ടാളും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, ഇവിടെ ഈക്വൽ ആയിരിക്കും. പക്ഷെ ഫോഴ്സ് ഈക്വൽ ആണ് വിചാരിച്ചു കാണാൻ എന്താണ്, അത് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ എന്ന് നമ്മൾ നോക്കണ്ടേ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ എന്നുള്ള കേസിൽ ഇപ്പൊ രണ്ടാൾക്കും സെയിം ഡയറക്ഷനിലാണ് കറണ്ട് എങ്കിൽ അതിന് അട്രാക്ഷൻ ഉണ്ടാവുക, രണ്ടാൾക്കും ഡിഫറെന്റ് ഡയറക്ഷനാണ് കറണ്ട് അവിടെ റിപ്പൾഷൻ ഉണ്ടാവുക. അപ്പം ഫോഴ്സ് എന്താണ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷെ എന്താണ് അത് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ നോക്കണമെങ്കിൽ എന്താണ് സെയിം ഡയറക്ഷനിൽ കറണ്ട് ആണെങ്കിൽ അവിടെ എന്താണ് അട്രാക്ഷൻ നടക്കും. ഓക്കെ, സെയിം ഡയറക്ഷനിലാണ് കറണ്ടെങ്കിൽ അട്രാക്ഷൻ നടക്കും, അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ റിപ്പൾഷൻ നടക്കും. അപ്പൊ അങ്ങനെയാണ് എന്ത് ഫോഴ്സ് ബിറ്റ്വീൻ ടു കണ്ടക്ടേഴ്സ് റിപ്പൾഷൻ നടക്കും. ക്ലിയർ അല്ലേ? അപ്പം ഫോഴ്സ് ബിറ്റ്വീൻ ടു കണ്ടക്ടേഴ്സ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി ടോർക്ക് ഓൺ എ കറന്റ് ക്യാരിങ് ലൂപ്പിലെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലെ കറന്റ് ക്യാരിങ് ലൂപ്പിലെ ടോർക്ക് ഇതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ലെറ്റ് us കൺസിഡർ എന്താണ് കറന്റ് ക്യാരിങ് ലൂപ്പ് ഓഫ് ലെങ്ത് ഡി എൽ ആൻഡ് ബ്രെഡ്ത്ത് ബി ആസ് ഷോൺ ഇൻ ഫിഗർ. ലെറ്റ് I be the current in the loop which is placed in the magnetic field of strength P. അപ്പം നമ്മൾ ലൂപ്പ് എടുത്തിക്കണേ, അതിന്റെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബി ആണ്, ആൻഡ് അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സ്ട്രെങ്ത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ബി ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാരണം കൊണ്ട് ഇവിടെ എന്താണ് ഇവിടെ കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് കറന്റ് ക്യാരിങ് ലൂപ്പ് എന്താണ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും, അതൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. സോ ദർ വിൽ ബി ഒരു റൊട്ടേഷൻ ഉണ്ടാവും, ആ റൊട്ടേഷന്റെ കാരണം കൊണ്ട് ടോർക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു റൊട്ടേഷന്റെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന ടോർക്ക് ഉണ്ടാവും. സോ ടോർക്ക്, അത് ആ ടോർക്ക് എന്താണെന്ന് കണ്ടിരിക്കുന്നത്. ടോർക്ക് എന്താണ് ബേസിക്കലി ടോർക്ക്, ഇവിടെ റൊട്ടേഷൻ ഉണ്ടാവും, റൊട്ടേഷന്റെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന ടോർക്ക് ഉണ്ടാവും അല്ലെ, റൊട്ടേഷന്റെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചത്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എഴുതാൻ പറ്റും അല്ലെ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ടോ ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്താണ്, ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഒരു എന്താണ് ലൂപ്പിന്റെ കാരണം എന്താണ് ബി ഐ എ സൈൻ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഫോഴ്സ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ബി ആണ്. ഓക്കെ, ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ്. സോ ബി ഇസ് ഈക്വൽ ആണ് വരും. അപ്പൊ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എന്ത് വരും, ബി ഐ എൽ ഇൻറ്റു ബി സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, സോ ബി ഐ എൽ
L into B sin theta അറിയുമ്പോൾ L into B പറഞ്ഞാൽ ഇതിന്റെ ഏരിയയാണ്. സോ വി ക്യാൻ റൈറ്റ് BIA sin theta എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമുക്കറിയാം IA എന്ന് പറയുന്നത് എന്താണ്? IA is equal to magnetic moment അല്ലെ? Magnetic moment is the product of current and its area. So magnetic moment M is equal to IA എന്നാണ്. So therefore we can write that gives torque is equal to എന്താണ്? MB sin theta എന്ന് എഴുതാൻ പറ്റും. Or we can write MB sin theta അറിയുമ്പോൾ torque is equal to M cross B എന്നും വെക്ടർ ഫോമിൽ എഴുതാൻ പറ്റും. So this is the expression for torque in a uniform magnetic field of a current carrying loop. അങ്ങനെയാണ് എന്ത് നമ്മൾ ടോർക്കിന്റെ കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കുക. Okay, so let's move on to the next question. Explain the principle by which moving coil galvanometer works. Also, how do you convert galvanometer into ammeter and galvanometer into voltmeter? അവർ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററെ പറ്റിയാണ് പറയുന്നത്. സോ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതേ ഫിഗർ ആണ്. ഓക്കെ, ഈ ഒരു ഫിഗർ തന്നെയാണ് അവിടെ നിന്ന് കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ ടോർക്ക് വരും. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു കറന്റ് ക്യാരിങ് ലൂപ്പ് വെച്ചാൽ അവിടെ ടോർക്ക് വരും. ഓക്കെ, ആ ടോർക്കാണ് നമ്മളിവിടെ ഇതാക്കുന്നത്. അപ്പൊ എത്ര കറണ്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് അത് തിരിയുന്നതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അവിടെ എത്ര കറണ്ട് കൊടുക്കുന്നോ അത്ര തിരിയും. അപ്പൊ ആ ഒരു തിയറിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു കറന്റ് ക്യാരിങ് ലൂപ്പ് ഇവിടെ വെച്ചിട്ട് അവിടെ അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിക്കണം. ഓക്കെ, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിക്കണം നോർത്ത് സൗത്ത്. അപ്പൊ ഇതിങ്ങനെ കറങ്ങും. ഇത് കറങ്ങുമ്പോൾ നമുക്ക് എന്താണ് നീഡിൽ വെച്ചിട്ട് കാര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുക ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഒരു കറങ്ങുന്ന സാധനത്തിന്റെ കൺട്രോൾ ചെയ്യും വേണം. അപ്പൊ എന്താ നമ്മൾ അതിനൊരു എന്താണ് അതിനെ നമ്മളൊരു കോയിൽ വെച്ചിങ്ങാണ്ട് ടൈറ്റ് ചെയ്ത് വേണം. അതാണ് ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ലൂപ്പ് ഉണ്ടാവും, അതിനെ നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പം എന്താണ് അത് ഇങ്ങോട്ട് തിരിഞ്ഞാല് അതിന് റിവേഴ്സ് ടോർക്ക് ആയിക്കാണ്ട് അങ്ങോട്ട് തിരിയണം. ആൻഡ് ഇത് ഇങ്ങോട്ട് തിരിയാണെങ്കിൽ അതിന് റിവേഴ്സ് ടോർക്ക് ആയിട്ട് ഇങ്ങോട്ട് തിരിയണം. അപ്പൊ എത്ര ടോർക്ക് കൊടുക്കുന്നോ അതിനനുസരിച്ച് ഇതാകും. അപ്പൊ എന്താണ് കറന്റിന് അനുസരിച്ച് എന്താണ് ഡിഫ്ലക്ഷൻ വരും. അത് അങ്ങനെയാണ് നമ്മൾ എന്ത് ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് കറന്റ് ഉണ്ടോ, പ്രസൻസ് ഓഫ് കറന്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ടു ഡിറ്റക്ട് കറന്റ് സർക്യൂട്ട് ആണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താണ് ഈ ഒരു ടോർക്ക് ഓൺ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു കറന്റ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാണ്ടാവുന്ന പ്രതിഭാസത്തെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡിവൈസ് which is used to എന്താണ് detect current in a circuit. Okay, and it works on the principle that a current carrying coil in a magnetic field experience torque. അപ്പോൾ ഒരു current carrying coil ഒരു magnetic field വെച്ചാൽ അവിടെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് എന്താണ് ഇവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചാൽ മനസ്സിലാവും. സോ ഇവിടെ ഇതാണ് ടോർക്ക്, ഇതാണ് നമ്മളുടെ കറന്റ് ക്യാരിങ് ലൂപ്പ്. ആ കറന്റ് ക്യാരിങ് ലൂപ്പിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്താണ് അത് തിരിയും അല്ലെ? അത് എന്താണ് റൊട്ടേഷൻ ചെയ്യും. അപ്പോൾ അവിടെ ടോർക്ക് ഉണ്ടാവും. പക്ഷെ ആ ടോർക്ക് ഉണ്ടാവുന്ന എന്താണ് അത് കണ്ടിന്യൂസ് റൊട്ടേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്താ ഇതിനെ ഒരു കോയിൽ കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിന്റെ അത് തിരിയണ അനുസരിച്ച് അത് തിരിച്ച് എന്താണ് അങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മളൊരു കപ്പിൾ കൂടി കൊടുത്താൽ അവിടെ എന്താണ് ആ ഒരു ബാലൻസ് ഉണ്ടാവും. അതിനനുസരിച്ചാണ് കറണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് ബാലൻസ് ഉണ്ടാവും. സോ കറണ്ട് കൊടുക്കുമ്പോൾ അത് ഡിഫ്ലക്ഷൻ കാണിക്കും. കറണ്ട് എടുത്താൽ നമ്മൾ തിരിച്ച് എന്താണ് അതിനെ സ്റ്റേബിൾ പൊസിഷനിലേക്ക് ഇതാക്കും. അതാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് അല്ലെ? കറണ്ട് കൊടുക്കുമ്പോൾ അത് എത്ര കറണ്ട് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് എന്താണ് ഡിഫ്ലക്ഷൻ കാണിക്കും. അത് ഏത് ഡയറക്ഷനിലേക്കാണോ അതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ കാണിക്കും. തിരിച്ചു കൊടുത്താൽ അത് തിരിച്ച് ഇങ്ങോട്ട് എത്തും. തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് എത്തും, സീറോക്ക് എത്തും അല്ലെ? കറണ്ട് ഇല്ലാന്ന് കണ്ടുപിടിക്കും. ആ കറണ്ട് ഇല്ല ആ തിരിച്ച് പൊസിഷനിൽ കൊണ്ടുവരാനാണ് നമ്മൾ കൊടുക്കുന്ന മൂവിംഗ് കോയിലാണ്. ആ കോയിലിനെ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പൊ അത് എന്ന് പറഞ്ഞാല് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ടോർക്കും അതേപോലെ ആ കപ്പിളും അവിടെ കൊടുക്കുന്ന കപ്പിളും ടോർക്ക് അല്ലെങ്കിൽ റിവേഴ്സ് ടോർക്കും ഈക്വൽ ആണ്. എന്നാലേ നമ്മൾ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ആ ടോർക്കും സോ ഹിയർ ടോർക്ക് ഈക്വൽ ടു എക്സ്റ്റേണൽ ടോർക്ക് എക്സ്റ്റേണൽ റിവേഴ്സ് ടോർക്ക്. അപ്പൊ റിവേഴ്സ് ടോർക്ക് ആയിക്കാരം. ഓക്കെ, അപ്പൊ ടോർക്ക് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു നേരത്തെ എന്താണ് MB sin തീറ്റ. അപ്പൊ തീറ്റ അവിടെ മാക്സിമം കേസ് എടുക്കാം. സോ തീറ്റ എന്താണ് അവിടെ മാക്സിമം കേസ് എടുക്കുക പറയുമ്പോൾ MB ആണ്. അപ്പൊ MB ഇൻറ്റു റിവേഴ്സ് ടോർക്ക് എന്ന് പറഞ്ഞാൽ കപ്പിൾ ഇൻറ്റു അവിടെ എന്താണോ ആംഗിൾ വരുന്നത് ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് തീറ്റ. ഓക്കെ, അവിടെ തീറ്റ എന്ന് വിളിക്കാം. എന്താണ് ആ ഒരു ആംഗിൾ ഡിഫ്ലക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് ഇൻറ്റു ആംഗിൾ എന്ന് പറയും. അപ്പൊ ഇത് പറയുമ്പോൾ ഇതില് MB എന്ന് പറഞ്ഞാല് നമുക്ക് M എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? NIA എന്ന് എഴുതാൻ പറ്റില്ല. M is equal to NIA എന്ന് എഴുതാൻ പറ്റും. സോ NIAB by
സി തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ഐ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സി ബൈ എൻ ബി എ ബൈ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ഈ ഇക്വേഷൻ എഴുതുന്നത്. നമുക്ക് ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് റിഫ്ലക്ഷൻ ആണ്. അപ്പം റിലേഷൻ ഓഫ് കറണ്ട് നമ്മൾ എഴുതുന്നത് relation of current, that is I is proportional to the deflection. Okay, I is proportional to deflection. അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാൻ പറ്റും, that gives I is equal to C by, നേരത്തെ നമ്മൾ ഡ്രൈവ് ചെയ്തതാണ്, നമുക്ക് അത് അങ്ങനെ പഠിക്കണമെന്നില്ല. അങ്ങനെ തിയറി നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിക്കുക. I is equal to C by NBA into theta എന്ന് വരും. Okay, so that will be the relation between the current and the deflection. I is equal to C by NBA by theta. ഇതിൽ C എന്ന് പറഞ്ഞാൽ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. നമ്മൾ റിവേഴ്സ് ടോർക്ക് നമുക്ക് തിരിച്ച് എന്താണ് അതിനെ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ കൊടുക്കുന്ന ടോർക്ക് റിവേഴ്സ് ടോക്ക് പറഞ്ഞത് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്, അതിന്റെ കോൺസ്റ്റന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. പിന്നെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, എത്രയാണ് നമ്പർ ഓഫ് ടേൺസ് ഉള്ളത്. A എന്ന് പറഞ്ഞാൽ ഏരിയ, B എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാഗ്നറ്റിക് ട്വിസ്റ്റ്, T എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, എത്രയാണോ ട്വിസ്റ്റ് വരുന്നത് അതിന്റെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് കറണ്ട് സെൻസിറ്റിവിറ്റി അതേപോലെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി നമ്മൾ എന്താ പഠിക്കണം, അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിൽ ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് വന്ന് കറണ്ട് സെൻസിറ്റിവിറ്റി. സോ കറണ്ട് സെൻസിറ്റിവിറ്റി, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗാലനോമീറ്റർ പെർ യൂണിറ്റ് കറണ്ട്. അപ്പം എന്താണ്, തീറ്റ ബൈ ഐ ആണ് ഉദ്ദേശിക്കുന്നത്. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ, പെർ യൂണിറ്റ് കറണ്ട് ആണ് തീറ്റ ബൈ ഐ. സോ നമുക്ക് കറണ്ട് സെൻസിറ്റീവിനെ നമ്മൾ ഐ എസ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ ഐ എസ് ഇസ് ഈക്വൽ ടു എന്താണ്, തീറ്റ ബൈ ഐ എന്നാണ് പറഞ്ഞത്. തീറ്റ ബൈ ഐ ആണെങ്കിൽ എന്താണ്, ഇതിൽ തീറ്റ ബൈ ഐ കൊടുക്കുമ്പോൾ എന്താണ്, എൻ ബി എ ബൈ സി എന്ന് വരും അല്ലേ. അപ്പോൾ തീറ്റ ബൈ ഐ ഇസ് ഈക്വൽ ടു എം ബി എ ബൈ സി എന്ന് വരും. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ പെർ സെക്കൻഡ്, റേഡിയൻ പെർ അമ്മീറ്റർ ആയിരിക്കും. റേഡിയൻ പെർ അമ്മീറ്റർ അല്ലേ, കാരണം തീറ്റ റേഡിയൻസിലും ഐ എന്ന് പറഞ്ഞാൽ അമ്മീറ്ററിനാണ്. സോ റേഡിയൻ പെർ അമ്മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പൊ അതാണ് കറന്റ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, അതേപോലെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഉണ്ട്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗാലനോമീറ്റർ പെർ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മറ്റേ പെർ യൂണിറ്റ് കറന്റ് ആയിരുന്നു, ഇവിടെ പെർ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും, ആസ് ദ നെയിം സജസ്റ്റ്. അപ്പൊ എന്തായിരിക്കും, വി എസ് എന്ന് പറയുന്നത് തീറ്റ ബൈ ബി എന്നാണ്. തീറ്റ ബൈ ബി ഇസ് ഈക്വൽ ടു എന്ത് വരും, തീറ്റ ബൈ ഐ ആർ എന്ന് എഴുതാൻ പറ്റും. സോ എൻ ബി എ ബൈ സി ആർ എന്ന് വരും. സോ ഇവിടെ വരിക എൻ ബി എ ബൈ സി ഇൻറ്റു ആർ എന്ന് വരും. സോ ഇത് ഈക്വൽ ടു റേഡിയൻ റാഡ് പെർ വോൾട്ട് എന്ന് വരും. വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ വോൾട്ട്, റാഡ് പെർ വോൾട്ട് എന്ന് വരും. ഇതാണ് എന്ത്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇക്വേഷൻ. അപ്പൊ ഇതെന്താ നമ്മൾ പഠിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് എ മിനിറ്റ്. ഇതാണ് ഇക്വേഷൻ. സോ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് എന്താണ്, നമുക്ക് കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുതലുള്ള ഗാലനോമീറ്റർ നമുക്ക് ചെറിയ കറണ്ട് വരെ എന്താണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കറണ്ട് സെൻസിറ്റിവിറ്റി വളരെ കുറവില്ല ഗാലനോമീറ്ററിൽ നമുക്ക് എന്താണ് ലാർജ് കറണ്ട് ഇതാക്കാൻ പറ്റുള്ളൂ. കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുതലില്ല, ഒന്നുകൂടി ഞാൻ പറയാം, കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുതലുള്ള ഗാലനോമീറ്ററിൽ നമുക്ക് ചെറിയ ഈവൻ ലൈക്ക് മില്ലി ആംബിയറിലും അതേപോലെ അതിനെക്കാട്ടും ചെറിയ എന്താണ് ഡിഫ്ലക്ഷൻസിലൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിൽ എത്ര ഉണ്ട്, ഇപ്പം മില്ലി ആംബിയറിൽ എത്ര മെഷർ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റും. പക്ഷെ അത് ലോ ആണെങ്കിൽ, കറണ്ട് സെൻസിറ്റിവിറ്റി ലോ ആണെങ്കിൽ നമുക്ക് എന്താണ് വലിയ കറണ്ട്, ഇപ്പം 100 ആംബിയർ അല്ലെങ്കിൽ 1000 ആംബിയർ അതിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും അങ്ങനെ പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതാണ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ബൈ വിച്ച് മൂവിംഗ് ഗാൽവനോമീറ്റർ വർക്ക്സ്. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്, ഹൗ ഡു യു കൺവേർട്ട് ഫസ്റ്റ് വൺ ഗാൽവനോമീറ്റർ ഇൻടു ആൽമീറ്റർ ആൻഡ് സെക്കൻഡ് വൺ ഗാൽവനോമീറ്റർ ഇൻടു വോൾട്ട് മീറ്റർ. അപ്പൊ ഇത് രണ്ടും നമുക്ക് നോക്കാം. സോ ഗാൽവനോമീറ്റർ ഇൻടു അമ്മീറ്റർ. അപ്പം ഇതാണ് നമ്മളുടെ എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഒരു കോയിൽ വെച്ചിട്ട് അതിൽ എന്താണ് കപ്പിൾ പെർ യൂണിറ്റ് നമുക്ക് തിരിച്ച് റിവേഴ്സ് ടോക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ അതിനെന്താണ് മൂവിംഗ് കോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർത്ത് ആൻഡ് സൗത്ത് ഡയറക്ഷൻ കൊടുക്കുന്നതിനാണ് ടോർക്ക് മീൻ ആ എന്താണ് കറന്റ് ക്യാരിങ് ലൂപ്പാണ് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുന്നുണ്ട്. ദെൻ അതിനൊരു പോയിന്ററും വെച്ചിരിക്കണം. അപ്പം എത്ര കറണ്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് സ്കെയിലിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ യൂണിഫോം റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിനൊരു സോഫ്റ്റ് അയോണിക് കോർ ഉണ്ട്. ഈ കോയിൽ സ്കെയിലിൽ എത്ര
ഡയറക്ഷൻ ഉണ്ടോ ഇതാക്കും നോക്കും. ആ ഒരു ഇതാണ് എന്ത് നമുക്ക് തീറ്റ ആയിട്ട് ഡിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ എന്താണ്, ഹൗ ഡു യു കൺവേർട്ട് എ ഗാലനോമീറ്റർ ഇൻടു അമ്മീറ്റർ ആണ്. എ ഗാലനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ടു എൻ അമ്മീറ്റർ ബൈ കണക്ടിങ് എ സ്മോൾ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അപ്പൊ ഒരു ഷണ്ട് കൊടുക്കുക, ഷണ്ട് റെസിസ്റ്റൻസ്, ഒരു സ്മോൾ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് ഒരു ഗാലനോമീറ്റർ കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്താണ് അമ്മീറ്റർ ആയി ഇതാക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതിന്റെ ഫിഗർ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു ഗാലനോമീറ്റർ ഉണ്ട്, ഗാലനോമീറ്ററിൽ ഇതാണ് ഒരു ഗാലനോമീറ്റർ. ആ ഗാലനോമീറ്റർ റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്താണ് ആർ ജി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഹിയർ ആർ ജി ഇസ് ദ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. Galvanometer resistance. ഓക്കെ, RS ആണ് നമ്മളുടെ ഇവിടുത്തെ എന്താണ് ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പൊ ആ RSന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എത്ര ചെറിയ എന്താണ് റെസിസ്റ്റൻസ് ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത് ടു ബി ആഡ് പാരലൽ സോ ദാറ്റ് ദിസ് ആക്ട്സ് ആസ് ആൻ അമ്മീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ ഇതാക്കാം. ആൻഡ് ഇവിടെ എന്താണ്, ഇവിടെ അപ്പം എന്താണ് ഐ എന്ന് കറണ്ട് വിചാരിച്ചു, ഐ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഐ ഈസ് ഈക്വൽ ടു ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ജിയും ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ മൈനസ് ഐ ജി. ടോട്ടൽ കറണ്ട് ഐ ആണ്, പറയാം ഒന്നും കൂടി ഇതാക്കാം. ദാറ്റ് ഈസ് ടോട്ടൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഐ ആണ്. ഓക്കെ, അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ ഐ ജി എന്ന് പറയും. ഇതിൽ കൂടെ ഐ മൈനസ് ഐ ജി ആയിരിക്കും. ഓക്കെ, ഐ മൈനസ് ഐ ജി ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് കറണ്ട് വരിക. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് എന്താണ് ഇത്, സിൻസ് നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത് അല്ലേ, ഇതിനെയും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിൽ രണ്ടിനിടയിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലെ. ആസ് നമുക്ക് പറയാൻ പറ്റും ആസ് shunt അല്ലെങ്കിൽ RS and RG are connected in parallel. രണ്ട് റെസിസ്റ്റൻസും കണക്റ്റഡ് പാരലൽ ആയതുകൊണ്ട് അവിടുത്തെ വോൾട്ടേജ് രണ്ട് കൂടിയുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. പാരലൽ എന്താണ് VS is equal to VG ആണ്. VS is equal to VG. അപ്പൊ നമുക്ക് V is equal to according to Ohm's law IR ആണ്. സോ ഫസ്റ്റത്തെ എസിന്റെ കേസിൽ I എന്ന് പറഞ്ഞാൽ എന്താണ് I മൈനസ് ഐ ജി ആണ് അല്ലെ. I മൈനസ് ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് അവിടുത്തെ I മൈനസ് ഐ ജി ആണ് ഇൻറ്റു എന്താണ് RS എന്ന് വരും ഈക്വൽ ടു ഇതിൽ കൂടെ ഉള്ള കറണ്ടോ ഗാൽവോമീറ്ററിൽ കറണ്ട് ഐ ജി. അപ്പം ഐ ജി ഇൻറ്റു ആർ ജി എന്ന് വരും. സോ ദാറ്റ് വിൽ ഗിവ് അസ് എന്താണ് ഷണ്ട് റെസിസ്റ്റൻറ്റ് RS is equal to എന്താണ് ഐ ജി ഇൻറ്റു ആർ ജി ഡിവൈഡഡ് ബൈ I minus IG എന്ന് വരും. സോ ദാറ്റ് വിൽ ബി ദി ഇക്വേഷൻ ഫോർ ദി ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പം ഇത്രയും എന്താണ് ചെറിയൊരു സ്മോൾ വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ പാരലൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഗാൽവനോമീറ്റർ ഒരു അമ്മീറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. സോ ഗാൽവനോമീറ്റർ ക്യാൻ ബി, ഞാൻ ഒന്നുകൂടി പറയാം, ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ടു എൻ അമ്മീറ്റർ ബൈ കണക്ടിങ് എ വെരി സ്മോൾ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. പാരലൽ ആയിട്ടാണ് കൊടുക്കേണ്ടത്, എന്നാലും മാത്രമേ ആവുള്ളൂ. ഇനി അമ്മീറ്ററിന്റെ ഒരു പ്രത്യേകത, അമ്മീറ്റർ ഷുഡ് ഹാവ് എ വെരി ലോ റെസിസ്റ്റൻസ്, ഐഡിയലി 0. അമ്മീറ്ററിന് നമ്മൾ എന്താണ് വെരി ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് എന്ത് അമ്മീറ്റർ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ്. കാരണം ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാരണം ഏറ്റവും എന്താണ് സീരീസ് കണക്ഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് എന്താണ് നമ്മൾ എപ്പോഴും എന്താണ് അമ്മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പൊ ആ ഒരു കാര്യം ചോദിക്കുകയാണ്, വൈ ഈസ് എന്താണ് അമ്മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പൊ എന്താണ് ബിക്കോസ് അമ്മീറ്റർ ഷുഡ് ഹാവ് എ വെരി ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് എന്ത് അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ എന്താണ് അപ്പൊ നമ്മൾ ഇതാണ് എന്താ ഷണ്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. എത്ര എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇതാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അതിൽ ഐ ജി എന്ന് പറഞ്ഞാൽ കറന്റ് ത്രൂ ദി ഗാൽവനോമീറ്റർ, ആർ ജി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദി ഗാൽവനോമീറ്റർ, ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ ടോട്ടൽ കറന്റ് അല്ലെങ്കിൽ അമ്മീറ്റർ റേഞ്ച് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ എന്ത് എത്രയാണ് ഇവിടെ വെക്കേണ്ടത്, പാരലായിട്ട് എത്രയാണ് വെച്ചാലാണ് ആ ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ള മാറുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി സെക്കൻഡ് വൺ, how we can convert a galvanometer into a voltmeter. A galvanometer can be converted into a voltmeter. Sorry, ഇവിടെ voltmeter ആണ്. voltmeter എന്താണ് by converting a connecting a small value of resistance called shunt in എന്താണ് series ആണ്. ഓക്കെ, shunt in series ആണ്. Okay, so galvanometer can be converted to a voltmeter by connecting a very small value of high value ആണ്.
ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കോൾഡ് ഷണ്ട് അല്ല, ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ എന്നാണ്. ഓക്കെ, ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കണക്ട് ചെയ്താൽ നമുക്ക് എന്താണ്, സോറി ഇൻ സീരീസ് കണക്ട് ചെയ്താൽ നമുക്ക് എന്താണ് ഒരു വോൾട്ട് മീറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗാലനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയി കണക്ട് ചെയ്യണമെങ്കിൽ അതിനെ ഒരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്താൽ എന്താണ് അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, സോ അതിന്റെ ഫിഗർ ആണ് ഇവിടെ ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ ഗാലനോമീറ്റർ. ഗാലനോമീറ്ററിന് നമുക്ക് എന്താണ് ഒരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു വോൾട്ട് മീറ്റർ ആക്കാൻ പറ്റും. സോ ഇവിടെ R എന്ന് പറയുന്നത് എന്താണ്, R എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ്, പിന്നെ V എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കാം. എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ V പറഞ്ഞാൽ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ V എന്ന് പറയുന്നത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന പൊട്ടൻഷ്യൽ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് സീരീസ് കണക്ഷൻ അല്ലേ, ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും RG പ്ലസ് R എന്നായിരിക്കും അല്ലെ. സോ ഇവർ ഹിയർ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു RG പ്ലസ് R എന്ന് എഴുതാൻ പറ്റും, ശരിയല്ലേ. സോ ദെയർഫോർ V എന്തായിരിക്കും, V ഈസ് ഈക്വൽ ടു എന്താണോ കറണ്ട് അത് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ. സോ IG ആണ് കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് RG പ്ലസ് R എന്ന് വരും. സോ ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട R എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. നമുക്ക് എത്ര ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്താൽ വിച്ച് കൺവേർട്സ് ഇൻറ്റു എ വോൾട്ട് മീറ്റർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുക R ഇസ് ഈക്വൽ ടു എന്താണ് V ബൈ IG, കാരണം ഈ IG ആദ്യം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, മൈനസ് RG എഴുതാൻ പറ്റും, മൈനസ് RG. So that will be the equation for the resistance. ഹൈ റെസിസ്റ്റൻസ് ഇത്ര ഹൈ റെസിസ്റ്റൻസ് കൊടുത്താൽ അത് സീരീസ്ലി ഗാലനോമീറ്ററിൽ പ്ലേസ് ചെയ്താൽ അതിനെ നമുക്കൊരു വോൾട്ട് മീറ്റർ ആക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഹൗ എ മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ വർക്ക്സ് ആൻഡ് ഹൗ എ ഗാലനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു അമ്മീറ്ററും വോൾട്ട് മീറ്ററും. അമ്മീറ്ററിന് നമ്മൾ എന്താണ് സ്മോൾ ഷണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യും. ഇനി വോൾട്ട് മീറ്റർ ആയി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇനി ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്യുന്നത് കാരണം എന്താണ് the voltmeter should have a very high value of resistance, ideally infinite. അത്രയും ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസിന് വോൾട്ട്മീറ്റർ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഹെൻസ് വോൾട്ട്മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പൊ എന്തുകൊണ്ടാണ് വോൾട്ട്മീറ്റർ ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ എന്ന് ചോദിച്ചാൽ ബിക്കോസ് വോൾട്ട്മീറ്റർ ഷുഡ് ഹാവ് എ വെരി ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, ഐഡിയലി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു. അമ്മീറ്റർ അമ്മീറ്ററിന്റെ കേസിൽ ഇറ്റ് ഷുഡ് ഹാവ് എ വെരി ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, ഐഡിയലി 0. ആൻഡ് വോൾട്ട്മീറ്ററിന്റെ കേസിൽ ഇറ്റ് ഷുഡ് ഹാവ് എ വെരി ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, ഐഡിയലി ഇൻഫൈനൈറ്റ്. അപ്പൊ അമ്മീറ്റർ ഐഡിയലി 0 ആയതുകൊണ്ട് അമ്മീറ്റർ കണക്റ്റഡ് ഇൻ സീരീസ്. വോൾട്ട്മീറ്ററിന്റെ കേസിൽ ഐഡിയലി ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് വോൾട്ട്മീറ്റർ ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പൊ അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഇതാണ്, 4th ചാപ്റ്റർ ആയ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ്. അതിലെ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ അതിൽ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു. നമ്മൾ മൂവിംഗ് കോയിൽ ഗാലനോമീറ്ററിനെ പറ്റി പറഞ്ഞു, ടോർക്കിനെ പറ്റി പറഞ്ഞു, അതേപോലെ ബയോട്ട് സവാട്ടിൽ വെച്ചുകൊണ്ടുള്ള ഡെറിവേഷൻ പറഞ്ഞു, ആംബിയർ സർക്യൂട്ടിലോ വെച്ചുകൊണ്ടുള്ള ഡെറിവേഷൻ, പിന്നെ മൂവ്മെന്റ് ഓഫ് എ മോഷൻ ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയും പറഞ്ഞു. ഇതൊക്കെയാണ് ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മെയിൻ ഡെറിവേഷൻസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ പിന്നെ കമന്റിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതാക്കിയാൽ കിട്ടാവുന്നതാണ്. ഓക്കെ, സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി വേറെ വീഡിയോക്ക് വരുന്നതായിരിക്കും. Until then, this is me, Fahim Ahmed, signing off from Franklin's Lectures. Thank you.